OLX ട്രൈ ചെയ്ത് ആഡ് എടുക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റേ ട്രൂ കോളറിൽ ആഡ് ചെയ്യുന്ന ടീമുണ്ട്. അങ്ങനെ ഓരോരുത്തർക്ക് എവിടെയാണോ ഇൻഡസ്ട്രിയിൽ ബെസ്റ്റ് വർക്ക് ആവുക നോക്കിയിട്ട് ആ ഇൻഡസ്ട്രിയിൽ ചെയ്യാം. ട്രൂ കോളറിൽ ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ട്രൂ കോളറിൽ നിങ്ങൾ കോൾ കഴിഞ്ഞാൽ ഒരു പോപ്പപ്പ് വരില്ലേ, ആ പോപ്പപ്പിന്റെ താഴെ നിങ്ങൾക്ക് വരുന്ന ആഡ്സ് ഇല്ലേ, അതിലേക്ക് നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്തിട്ട് ട്രൂ കോളറിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഹോട്ട്സ്റ്റാർ പോലുള്ള OTT പ്ലാറ്റ്ഫോംസിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അത് അങ്ങനത്തെ ഓഡിയൻസിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ യൂട്യൂബിൽ വീഡിയോ ആഡ്സ് യൂട്യൂബിൽ ചെയ്യാൻ പറ്റും. അത് ഗൂഗിൾ ആഡ്സ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ചെയ്യാം. പക്ഷെ പല ഫോർമാറ്റ് നിങ്ങൾക്ക് ചെയ്യാം. ഇതൊക്കെ ഒരു കോമ്പിനേഷനാണ്. ഇത് ചെയ്തത് കൊണ്ട് ലീഡ് വരുന്നല്ല. അഖിൽ, വെൽക്കം ടു ഷോ. താങ്ക് യു ഫോർ കമ്മിങ്. താങ്ക് യു. നമ്മൾ ഇതിനു മുമ്പ് നമ്മളെ ഷോയിൽ തന്നെ മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ട് പല മാസ്റ്റർ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പെൻഡിങ് ആയിട്ടുള്ള സെയിൽസാണ്. സെയിൽസിനെ പറ്റി സംസാരിക്കാൻ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ആളെ വേണം. ഞാൻ നോക്കി നടക്കുന്ന അങ്ങനെയാണ് അഖിലിൽ നമ്മൾ എത്തിപ്പെടുന്നത്. ഒരു ബ്രീഫ് ഇൻട്രോ എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആക്ച്വലി ഗെറ്റ് ലീഡ് എന്ന് പറഞ്ഞിട്ടുള്ള CRM കമ്പനിയുടെ ഫൗണ്ടറാണ്. SMEസിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള, അതായത് ഒരു 100 ബിലോ ഉള്ള സെയിൽസ് മെമ്പേഴ്സ് ഉള്ള കമ്പനികളെയാണ് നമ്മൾ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ള, അവർക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു CRM പ്രോഡക്റ്റ് ആണ് എൻ്റെ കമ്പനി. നമ്മൾ കോഴിക്കോട് സൈബർ പാർക്കിലാണ് നമ്മളെ കമ്പനി. നമുക്ക് പിന്നെ UAE-ലും അതുപോലെ തന്നെ ഇന്ത്യയിലും കസ്റ്റമേഴ്സ് ഉണ്ട്. എന്തുകൊണ്ട് CRM സ്റ്റാർട്ട് ചെയ്തത്? CRM ആക്ച്വലി ഞാൻ ഇത് ഈ സെയിം കാര്യം ഞാൻ പോഡ്കാസ്റ്റ് പറഞ്ഞിട്ടുണ്ട് KPH-ൽ. നമ്മൾ ആക്ച്വലി CRM തുടങ്ങണം എന്ന് വിചാരിച്ച് തുടങ്ങിയതല്ല. നമ്മളൊരു കസ്റ്റമറിന് വേണ്ടി ഒരു പ്രോഡക്റ്റ് ബിൽഡ് ചെയ്ത് ആ പ്രോഡക്റ്റ് പിന്നെ ഐട്രേറ്റ് ചെയ്ത് ഓരോ ആളുകളുടെ റിക്വയർമെന്റ് കേട്ട് അങ്ങനെ ബിൽഡ് ചെയ്ത് നെക്സ്റ്റ് ലെവലിൽ എത്തി. അത് അങ്ങനെ അവസാനം ഒരു CRM ആയതാണ്. നമ്മൾ CRM ചെയ്യണം എന്ന് വിചാരിച്ച് തുടങ്ങി ഉണ്ടാക്കിയൊരു CRM അല്ല. ഒരു ചെറിയ ബിസിനസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഒരു ബൊട്ടീക്ക്. അപ്പോൾ അവർക്ക് സെയിൽസിൽ ആളുകളെ ഹയർ ചെയ്യണം. പക്ഷെ എവിടെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം? ഞാൻ പറയാ, ഫസ്റ്റ് ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ഫസ്റ്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത് ബിസിനസ് ഓണർ തന്നെ ആയിരിക്കും. ഓക്കെ, ഇപ്പം നമ്മളൊക്കെ കേസിലാണെങ്കിലും ഇത് തന്നെ ആയിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക അല്ലേ. അപ്പം ഈ ഒരു പിന്നെ ഇതേപോലെ ഇപ്പോൾ ഒരു ഓണർ സ്റ്റാർട്ട് ചെയ്യുമ്പം അതിനകത്ത് കുറച്ചുകൂടി ഒരു ലൈഫ് ഉണ്ടാവും. ഞാൻ നേരെ കഴിഞ്ഞ ഇതിലൊക്കെ എപ്പോഴും പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെയിൽസ് ലൈഫുള്ളൊരു സാധനമാണ്. ഈ ലൈഫ് ഉണ്ടെങ്കിൽ മാത്രമേ സെയിൽസ് നടക്കുള്ളൂ. അത് ഓണർക്കാണ് ഫസ്റ്റ് ഉണ്ടാവുക. ഈ പുതിയ ഒരാളെ നമ്മൾ ഹയർ ചെയ്ത് കൊണ്ടുവരുമ്പോൾ അവരിലേക്ക് നമ്മളെ പ്രോഡക്റ്റ് മനസ്സിലാക്കി അവരതിലേക്ക് വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ആദ്യം നമ്മൾ തന്നെ കുറച്ച് പ്രോഡക്റ്റ് സെല്ല് ചെയ്തതിന് ശേഷം, ഇപ്പോൾ ചെറിയ ബുട്ടിക്കൊക്കെയാണ് നമ്മൾ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ച് വലിയ റേഞ്ചിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻഫ്ലോ ഉണ്ടാവും. ഓക്കെ, ഇൻഫ്ലോ ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ്. അതായത് കസ്റ്റമേഴ്സ് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്താൽ മതി. പക്ഷെ അതില്ലാത്തൊരു കേസിൽ നമ്മളായിട്ട് സോഷ്യൽ മീഡിയ ത്രൂ ഒക്കെ ഔട്ട്റീച്ച് ഒക്കെ ചെയ്ത് ഞങ്ങളടുത്ത് ഇങ്ങനെ പ്രോഡക്റ്റ് ഉണ്ട്, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യും, ഇതൊക്കെയാണ് ഞങ്ങളുടെ കപ്പാസിറ്റി എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ഒരു ഫൗണ്ടർ ചെയ്യുന്നതാണ്. ഫൗണ്ടർ ചെയ്ത് കഴിഞ്ഞിട്ട് ഫൗണ്ടറിന് ഒരു അസിസ്റ്റന്റ് പോലെ ഒരു സെയിൽസുകാരനെ എടുക്കുക. ഓക്കെ, ആ അസിസ്റ്റന്റ് പോലെ എടുക്കുന്ന ആൾക്കാർക്ക് ഫൗണ്ടർക്ക് വരുന്ന ഫസ്റ്റ് ലെവൽ ഫൗണ്ടർ ആൻസർ ചെയ്തതിന് ശേഷം കുറച്ച് ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ ഈ സെയിൽസുകാരനെ പഠിപ്പിച്ചു തുടങ്ങാം. ഓക്കെ, പിന്നെ നിങ്ങൾ സെയിൽസുകാരനെ കൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക. എന്നിട്ട് നിങ്ങൾ അസിസ്റ്റ് ചെയ്യുക ചെറുതായിട്ട്. ഓക്കെ, അവർ തന്നെ സംസാരിക്കട്ടെ. അവർ സ്റ്റക്ക് ആകുമ്പോൾ നിങ്ങൾ പുറകിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന പോലെ ചെറുതായിട്ട് ഇങ്ങനെ കൈ പിടിച്ച് നടത്തൂലേ നമ്മളെ മക്കളെ, ചെറിയ മക്കളൊക്കെ കൊണ്ടുവന്നോണ്ട് അങ്ങനെ അവരെ സെയിൽസിനകത്തേക്ക് കൊണ്ടുവരണം എന്നാണ് പറയുക. അതാണ് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. നിങ്ങൾ ചെറുതായിട്ട് തുടങ്ങുകയാണെങ്കിൽ. വലുതായിട്ട് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം പ്രോസസ്സൊക്കെ സെറ്റ് ചെയ്ത് അതിനുശേഷം ആ പ്രോസസ്സിലേക്ക് ആളെടുക്കണം. ചെറുതാകുമ്പോൾ നിങ്ങൾക്ക് ഒരു സെയിൽസുകാരൻ തന്നെ എല്ലാ സെയിൽസിൻ്റെ സ്റ്റെപ്പും ചെയ്യണം. അതായത് ഒരാൾ വരുന്നത് മുതൽ ക്ലോസ് ചെയ്ത് അയാൾ സാധനം വാങ്ങി പോകുന്നത് വരെ എല്ലാ പരിപാടിയും ആര് ചെയ്യണം? ഒറ്റ സെയിൽസുകാരൻ ചെയ്യണം. പക്ഷെ കുറച്ചുകൂടി വലുതായാൽ നിങ്ങൾക്ക് പ്രീ സെയിൽസിന് ആളുണ്ടാവും, ക്ലോസ് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ ഒരു ടീമിനെ വെക്കാം, ഇല്ലെങ്കിൽ ഇതിനെ നടുക്കുള്ള ഡെമോ ട്രെയിനിങ് ഒക്കെ കൊടുക്കണമെങ്കിൽ അതിന് വേണ്ട ആളെ വെക്കാം. അതൊക്കെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ തുടങ്ങുമ്പോൾ ഏറ്റവും ബെസ്റ്റ് നമ്മളിൽ തുടങ്ങുക. നമ്മളെ കൂട്ടത്തിലുള്ള കുട്ടിയാളെ നമ്മൾ ഒരാളെ കൊണ്ടുവന്നിട്ട് ചെറിയ ആളെ കൊണ്ടുവന്ന് നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാം. സോ ഫൗണ്ടർ ലെഡ് സെയിൽസ് ആണ് സ്റ്റാർട്ടിങ്ങിൽ ഏറ്റവും ബെസ്റ്റ്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ എപ്പോഴും ലീഡ് ജനറേഷനിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ലീഡ് ജനറേഷൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഏറ്റവും ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് പരിപാടി മെറ്റാ ആഡ്സ് ആണ്. എല്ലാവരും അങ്ങനെ തന്നെയാണ് തുടങ്ങുക. അപ്പോൾ നമ്മളിപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇല്ലാതെ ആൾക്കാർക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ എൻഗേജ് ആയിക്കൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം ഏതാണോ ആ എൻഗേജ് ആവുന്ന പ്ലാറ്റ്ഫോമിൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ അത് ഇൻസ്റ്റാഗ്രാമാണ്, മെറ്റയാണ്,
ടിക്ടോക്ക് ആഡ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ടിക്ടോക്ക് ഇവിടെ UAE ആകുന്ന സമയത്ത് അത് ടിക്ടോക്ക് ആഡ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ഏറ്റവും എളുപ്പം സ്റ്റാർട്ട് വിത്ത് മെറ്റ ലീഡ് ആഡ് ക്യാമ്പയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫസ്റ്റ് വീക്ക് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിസൾട്ട് വന്നു തുടങ്ങും. നിങ്ങൾക്ക് ആ ലീഡ്സ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ആ കിട്ടുന്ന ലീഡ്സിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. പിന്നെ അതിപ്പോൾ കുറച്ചുകൂടി അവർ വാട്സപ്പിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, വാട്സപ്പിൻ്റെ ബിസിനസ് സാധ്യതകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് ലീഡ്സ് വാട്സപ്പിലേക്ക് വരുന്ന രീതിയിൽ കുറച്ചുകൂടി ഒക്കെ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ലീഡ്സ് ഡയറക്റ്റ് വാട്സപ്പിലേക്ക് കിട്ടും. ആ വാട്സപ്പ് ലീഡ്സ് യൂസ് ചെയ്യാം. പിന്നെ അതിൻ്റെ അടുത്ത സ്റ്റെപ്പാണ് ഗൂഗിൾ ആഡ്സ്. ഓക്കെ, ഗൂഗിൾ ആഡ്സ് നല്ല അടിപൊളി പരിപാടിയാണ്. പക്ഷേ ഗൂഗിൾ ആഡ്സ് കമ്പാരിറ്റീവ്ലി എക്സ്പെൻസീവ് ആണ്. ഇത് രണ്ട് ടൈപ്പ് പ്ലാറ്റ്ഫോമാണ്. ഗൂഗിൾ എന്ന് പറഞ്ഞാൽ ഒരു ഡിമാൻഡ് ഫുൾഫില്ലിംഗ് പ്ലാറ്റ്ഫോമാണ്. അതായത് നിങ്ങൾക്കൊരു ആവശ്യമുണ്ട്. ഓക്കെ, നിങ്ങൾക്കൊരു ആവശ്യം ഉണ്ടായിട്ട് നിങ്ങൾ ആ ആവശ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് ആരുടെ അടുത്ത് പോകുന്നത്? ഗൂഗിളിൻ്റെ അടുത്ത് പോകുന്നത്. നേരെ മറിച്ച് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്താ ചെയ്യുന്നത്? നിങ്ങൾക്ക് ആവശ്യമൊന്നുമില്ല, നിങ്ങളെ കൊണ്ട് തോന്നിപ്പിക്കുകയാണ്, ഡിമാൻഡ് ജനറേറ്റ് ചെയ്യാണ്. അതായത് വെറുതെ ഇരിക്കുന്ന ആളെ കൊണ്ട് ഷൂ വാങ്ങിപ്പിക്കുക, വെറുതെ ഇരിക്കുന്ന ആളെ കൊണ്ട് ഷർട്ട് വാങ്ങിപ്പിക്കുക, ഇതൊക്കെയാണ് ആരുടെ പരിപാടി? ഇൻസ്റ്റാഗ്രാമിന്റെ പരിപാടി. അപ്പം നമുക്ക് അതിന്റെ സെയിൽസ് കിട്ടണമെങ്കിൽ കുറച്ചുകൂടി പണിയുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വരുന്ന ലീഡ്സിനെ കൺവേർട്ട് ചെയ്യാനും ഗൂഗിളിൽ നിന്ന് വരുന്ന ലീഡ്സിനെ കൺവേർട്ട് ചെയ്യാനും രണ്ട് സ്റ്റൈലാണ്. ഗൂഗിളിൽ നിന്ന് വരുന്ന ആൾക്ക് സ്പെസിഫിക് റിക്വയർമെന്റ് ഉണ്ടാവും. ഓക്കെ, ഞാനിങ്ങനെ ഇന്ന ആവശ്യത്തിന് വന്നപ്പോൾ ഇത് ഇയാളുണ്ട് എന്ന് പറഞ്ഞിരുന്നതാണ് ഗൂഗിള്. മറ്റത് അങ്ങനെയല്ല, ഞാനിങ്ങനെ ഇതിലോ പോകുന്ന വഴിക്ക് ഞാനിങ്ങനെ കണ്ടിട്ട് ഞാൻ അങ്ങോട്ട് വരുന്നതാണ്. അപ്പോൾ രണ്ടും രണ്ട് അപ്രോച്ചാണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ടു സ്റ്റാർട്ട് വിത്ത് ഈസ് മെറ്റ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഗൂഗിൾ ആഡ്സ് തുടങ്ങുക. പിന്നെ നിങ്ങൾക്ക് ഫ്രണ്ട്സ്, റെഫറൻസ്, ഫ്രണ്ട്സ്, ഫാമിലി, തുടക്കക്കാർക്ക് ഇതൊക്കെ ഫ്രണ്ട്സ്, ഫാമിലി ഒക്കെ വെച്ച് റെഫറൻസ് ഒക്കെ എടുത്ത് പോവാം. പിന്നെ നിങ്ങൾക്ക് പല മീഡിയംസ് ട്രൈ ചെയ്യാം. ഇപ്പോൾ OLX ട്രൈ ചെയ്ത് ആഡ് എടുക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റേ ട്രൂ കോളറിൽ ആഡ് ചെയ്യുന്ന ടീം ഉണ്ട്. അങ്ങനെ ഓരോരുത്തർക്ക് എവിടെയാണോ ഇൻഡസ്ട്രിയിൽ ബെസ്റ്റ് വർക്ക് ആവുക നോക്കിയിട്ട് ആ ഇൻഡസ്ട്രിയിൽ ചെയ്യാം. ട്രൂ കോളറിൽ നിങ്ങൾ കോൾ കഴിഞ്ഞാൽ ഒരു പോപ്പപ്പ് വരില്ലേ? ആ പോപ്പപ്പിന്റെ താഴെ നിങ്ങൾക്ക് വരുന്ന ആഡ്സ് ഇല്ലേ, അതിലേക്ക് നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്തിട്ട് ട്രൂ കോളറിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഹോട്ട്സ്റ്റാർ പോലുള്ള OTT പ്ലാറ്റ്ഫോംസിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അത് അങ്ങനത്തെ ഓഡിയൻസിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ യൂട്യൂബിൽ വീഡിയോ ആഡ്സ് യൂട്യൂബിൽ ചെയ്യാൻ പറ്റും. അത് ഗൂഗിൾ ആഡ്സ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ചെയ്യാം. പക്ഷെ പല ഫോർമാറ്റിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇതൊക്കെ ഒരു കോമ്പിനേഷനാണ്. ഇത് ചെയ്തത് കൊണ്ട് ലീഡ് വരുന്നല്ല. അത് പിന്നെ കുറച്ച് അവയർനെസ് ചെയ്യണം, കുറച്ച് പിന്നെ ലീഡ് ആഡ് ചെയ്യണം. ഇതൊരു കോമ്പിനേഷനാണ്. അപ്പം മാത്രമേ ഒരാളൊരു ഡിസിഷൻ എടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് എത്തുള്ളൂ, നിങ്ങളെ കോൺടാക്ട് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസിനെ കുറിച്ച് തിരയുള്ളൂ. ഇത്രയാണ് ഇമ്മീഡിയറ്റ്ലി ലീഡ് ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. പിന്നെ SEO ചെയ്ത് കഴിഞ്ഞാൽ ഓർഗാനിക്കലി നിങ്ങൾക്ക് ഓരോ പീരീഡ് ഓഫ് ടൈം ലീഡ് ജനറേറ്റ് ആയി വരും. അത് വർക്കാവും. ഓക്കെ, അപ്പോൾ ഈ ലീഡ്സ് നമ്മൾ ജനറേറ്റ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റും മാർക്കറ്റിനും ബേസ് ചെയ്തിട്ട് നമ്മൾ ഈ പ്ലാറ്റ്ഫോംസ് ചൂസ് ചെയ്യേണ്ടി വരും അല്ലേ? ഓരോ പ്രോഡക്റ്റിനും ചില പ്ലാറ്റ്ഫോം വർക്ക് ആയില്ല എന്ന് വരും. വൺസ് ലീഡ് ജനറേറ്റ് ആയി നമ്മൾ ഈ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്ത്, എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ്? എന്താണ് ഒരു ഫൗണ്ടർ ചെയ്യേണ്ടത്? അതായത് ഞാൻ എപ്പോഴും പറയുന്നത് എന്താ വെച്ചാൽ, നമ്മളെ ബിസിനസ് നേരത്തെ പറഞ്ഞ സാധനമാണ് ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് സാധനം. ബിസിനസ്സിന് സ്വഭാവമുണ്ട്. ഓരോ ബിസിനസ്സിനും ഓരോ സ്വഭാവമാണ്. അപ്പം ആ സ്വഭാവത്തിനനുസരിച്ച് അവിടെ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ സ്വഭാവം മാറും. ഓക്കെ, ഇപ്പം തക്കാളി വാങ്ങാൻ ഒരാൾ ഒരുപാട് സമയം ആലോചിക്കില്ല, പെട്ടെന്ന് വാങ്ങും. ഓക്കെ, പിന്നെ ഒരു വീട് വാങ്ങാൻ ഒരാൾ ഒരുപാട് സമയം ചിന്തിക്കും. ഒരു 3 മാസത്തെ പ്രോസസ് ഉണ്ട്. വണ്ടി വാങ്ങാൻ, അങ്ങനെ ഓരോ സാധനങ്ങൾക്കും ഓരോ സ്വഭാവമുണ്ട്. അതിന് വരുന്ന ഓഡിയൻസിന് വ്യത്യാസമുണ്ട്. ഇപ്പോൾ വണ്ടി തന്നെയാണെങ്കിൽ സ്കൂട്ടി വാങ്ങുന്നത്, ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങുന്നത്, ബുള്ളറ്റ് വാങ്ങുന്നത് 3 ടൈപ്പ് ഓഫ് ഓഡിയൻസ് ആണ്. ഓക്കെ, ഹാർലി ഡേവിഡ്സൺ വാങ്ങുന്നത് വേറെ ആളാണ്. അപ്പോൾ ഓരോ ഓഡിയൻസ് ഓരോ സ്വഭാവമാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഓഡിയൻസ് ഏത് ടൈപ്പാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ നമുക്ക് വേണം. എന്നിട്ട് വേണം ഈ ലീഡ് ക്യാമ്പയിൻ ചെയ്യാൻ. ആ ലീഡ് ക്യാമ്പയിൻ ചെയ്ത് ഈ വരുന്ന ലീഡിനെ നമ്മൾ ക്യാപ്ചർ ചെയ്ത് നമ്മളൊരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് അവിടെ നിന്നാണ് ബാക്കി നെക്സ്റ്റ് സ്റ്റെപ്പുകളിലേക്കൊക്കെ പോവുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എടുക്കുന്നതിന് മുന്നേ, അപ്പോൾ ഒരു 5 സ്റ്റെപ്പാക്കി നമ്മൾ തിരിച്ചെങ്കിൽ വിചാരിക്കുക. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ലീഡ് ജനറേഷൻ ആണെന്ന് കൂട്ടുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ലീഡ് ജനറേഷൻ ആണെങ്കിൽ ഇതൊക്കെ മുമ്പ് വരുന്ന ഒരു പ്രിപ്പറേഷനിലാണ്. നമുക്ക് ആരാണ് നമ്മുടെ കസ്റ്റമർ, ഏതാണ് നമ്മൾ ഓഡിയൻസ്, ഈ ഓഡിയൻസ് എന്തൊക്കെ സ്വഭാവമുള്ള ഓഡിയൻസ് ആണ്, അതായത് ഇവരെവിടെയാണ് ഹാങ് ഔട്ട് ചെയ്യുക യൂഷ്വലി. ഓക്കെ, ഇവർ ഏതൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്യുക? ലിങ്ക്ഡിൻ യൂസ് ചെയ്യുന്ന ആളാണോ? ട്വിറ്ററിൽ ആക്റ്റീവ് ആവുന്ന ആളാണോ? അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം മാത്രം യൂസ് ചെയ്യുന്ന ആളാണോ? ഫേസ്ബുക്ക് യൂസ് ചെയ്യോ? അല്ലെങ്കിൽ ഇവർ പിന്നെ യൂട്യൂബ് നന്നായിട്ട് യൂസ് ചെയ്യുന്ന ആളാണോ? അപ്പം നമുക്ക് അതിനനുസരിച്ച് ഒപ്റ്റിമൈസ് ചെയ്യണം. പിന്നെ ഇവർ ഏജ് ഗ്രൂപ്പ്, ഇവർ പിന്നെ 90s കിഡ്സ് ആണോ അതോ 2K കിഡ്സ് ആണോ? ഇത് ആരാണ് ഈ സാധനം യൂസ് ചെയ്യാൻ പോകുന്നത്? അല്ലെങ്കിൽ 50 വയസ്സിന് മേലുള്ള ആളാണോ? അത് നമ്മൾ ഡിഫൈൻ ചെയ്യണം. പിന്നെ ഇവരെ താല്പര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ സാധാരണ എന്താ ചെയ്യാന്നറിയോ? എല്ലാവരും ജനറിക് ആയിട്ട്
ക്യാമ്പയിൻ അടിക്കും. ഒരു ക്രിയേറ്റീവ് ഉണ്ടാക്കും, ഒറ്റ ക്രിയേറ്റീവ്. ഓക്കെ, എൻ്റെ ബിസിനസ് ഇപ്പോൾ സ്റ്റഡി അബ്രോഡ് ആണെങ്കിൽ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തു, നിങ്ങൾ പിന്നെ പുറത്ത് പോയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരം, അത് ഇത് ഒറ്റ പോസ്റ്റർ ഉണ്ടാക്കിയിട്ട് ആ പോസ്റ്റർ റൺ ചെയ്തിട്ട് നമ്മൾ കാത്തിരിക്കും, ലീഡ്സ് വരും. ഇത് പോകുന്നത് ഇപ്പോൾ ഞാൻ കാണുന്നതും എൻ്റെ മകള് കാണുന്നതും എൻ്റെ അച്ഛൻ കാണുന്നതും ഒരേ ഏടാണെങ്കിൽ ഞങ്ങൾ മൂന്നാളും 3 രീതിയിലാണ് ഈ ആഡിനെ സമീപിക്കുക, അല്ലേ? അപ്പം ഓരോ ആൾക്കാർക്ക് റിലേറ്റ് ആവുന്ന സാധനം ഉണ്ടാവും. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അനിയത്തി പ്രാവിലെ പാട്ട് കേൾക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ആവും. കാരണം നമ്മൾ തുടങ്ങുന്ന സമയത്ത് ചിലപ്പോൾ അനിയത്തി പ്രാവിലെ പാട്ടുണ്ടാവും, പിന്നെ അത് കഴിഞ്ഞ് കുറച്ചുകൂടി കഴിഞ്ഞ് മീശമാധവനിലെ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടി റിലേറ്റ് ആവും. അങ്ങനെ നമുക്ക് റിലേറ്റ് ആവുന്ന ഒരു സാധനമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ടീമിന്, ഇപ്പോഴത്തെ കുട്ടികൾക്ക് റിലേറ്റ് ആവുന്ന വേറെ സാധനമായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ 30-40 ഇടയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 35 വയസ്സിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്ന സാധനവും 25 വയസ്സുകാരന് ഫീൽ ചെയ്യുന്ന സാധനവും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. എൻ്റെ അച്ഛന് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നസീറിൻ്റെ കാലത്തെ പാട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഓരോ ക്രിയേറ്റീവും ഓരോ ആഡും അതിലിടുന്ന ഈവൻ വോയിസും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ വ്യത്യാസം നമ്മൾ എപ്പോഴും നോക്കണം. ഓഡിയൻസിനെ പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്യാതെ, കസ്റ്റമറിനെ പ്രോപ്പറായിട്ട് മാപ്പ് ചെയ്യാതെ നമ്മൾ ഈ ആഡ് ക്യാമ്പയിൻ ചെയ്യുന്നതുകൊണ്ടാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ നമ്മൾ ചെയ്യുന്നൊരു പണ്ടത്തിലുണ്ട്, നമ്മളൊരു ഏജൻസിനെ ഏൽപ്പിക്കും. ഓക്കെ, എൻ്റെ ഏജൻസിനോട് പറയും ഇതാണ് എൻ്റെ ബിസിനസ്, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളിത് ചെയ്തു തരണം. എന്നിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മളെപ്പോലെ ചിന്തിച്ച് നമ്മളെപ്പോലെ നമ്മളെ ബ്രാൻഡിനെ, നമ്മളെ ഓഡിയൻസിനെ ഒക്കെ മനസ്സിലാക്കി എന്നിട്ട് നമ്മളായിട്ട് ചിന്തിച്ച് ബിസിനസ് ഈ പറയുന്ന ലീഡ് ക്യാമ്പയിൻ ചെയ്യുന്ന ഒരിക്കലും ചെയ്യില്ല. അവർക്കത് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അവർ ഒരേ സമയം 5-10 ക്ലയൻസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ദേ ആർ ഗുഡ് അറ്റ് ഒപ്റ്റിമൈസിങ് ആഡ്, ദേ ആർ ഗുഡ് അറ്റ് ഒപ്റ്റിമൈസിങ് ദ ക്രിയേറ്റീവ്സ്, ദേ ആർ ഗുഡ് അറ്റ്, അതൊക്കെ അവർ ഓക്കെ ആയിരിക്കും. പക്ഷെ നമ്മളെ ബിസിനസ്സിന് എന്ത് വേണമെന്നും നമ്മളെ ബിസിനസ്സിന്റെ സ്വഭാവം എന്താണെന്നുള്ളത് നമുക്ക് മാത്രമേ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. നമ്മൾ റെഗുലർ ആയിരുന്നത് ഓഡിറ്റ് ചെയ്ത് ക്ലിയർ ആക്കി ആ ഓഡിയൻസിനെ മാപ്പ് ചെയ്തില്ലെങ്കിൽ ഈ പറയുന്ന സാധനത്തിന്റെ ക്വാളിറ്റി കുറയും. അതാണ് ഈ ലീഡ് ക്വാളിറ്റി കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഈ കച്ചറ ഉണ്ടാക്കുന്നതിന് കാരണം. എപ്പോഴും ഞാൻ ഏജൻസി നടത്തിയതാണ്. അപ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബിസിനസ് ആയിട്ട് നമ്മളെ ടീമിന് ചിന്തിക്കാൻ പറ്റില്ല. ഞാനൊരു പക്ഷേ ചിന്തിക്കും, ഞാൻ ഓണർ ആയിരിക്കും, സംസാരിക്കാൻ വരുന്ന സമയത്ത് നമ്മൾ സെയിൽസ് ഹെഡും ചിലപ്പോൾ ചിന്തിക്കും, പക്ഷെ ഇത് ചെയ്യുന്ന ആൾ ചിന്തിക്കില്ല. അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ആവും. അപ്പോൾ റെഗുലർ ആയിട്ട് ഇവരെ കൂടിയിരുന്ന് ഇവർക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ചാൽ അടിപൊളി റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. എന്നൊരു ലീഡ് ക്യാപ്ചർ, ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. അത് കഴിഞ്ഞു ഓഡിയൻസിനെ ഡിഫൈൻ ചെയ്യും. രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മളിത് ക്യാപ്ചർ ചെയ്യണം. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ പിന്നെ ഇവിടുന്ന് വണ്ടിയിൽ ഇങ്ങനെ പോകാം. ഞാനിപ്പോൾ വണ്ടിയിൽ ഇവിടുന്ന് കാറിലൊക്കെ ദുബായിലൊക്കെ ആണെങ്കിൽ കാറിൽ പോകുന്ന സമയത്ത് നമ്മൾ സിഗ്നലിൽ നിന്നാൽ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യുക, ഫോൺ എടുത്ത് നോക്കും, അല്ലേ? നോക്കാൻ പാടില്ലെങ്കിലും നമ്മൾ നോക്കും. ഇപ്പോൾ ഇനി ബസ്സിലോ ട്രെയിനിലോ പോവുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഫോൺ എടുത്ത് നോക്കും. ഈ സമയത്ത് നമ്മൾ ഒരു പരസ്യം കാണാനാണോ ഫോൺ നോക്കുന്നത്? അല്ലല്ലോ. നമ്മളൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ നോക്കും. അപ്പോൾ ഈ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് കാണും, ഇതേപോലത്തെ പരസ്യങ്ങൾ കാണും. അപ്പോൾ ഞാനത് ക്ലിക്ക് ചെയ്യും, ഞാനിത് ഞെക്കി പ്രസ് ചെയ്ത് ഞാനങ്ങ് വിടും. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുക, കുറച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ലീഡ് നമ്മൾ CRMൻ്റെ അല്ലെങ്കിൽ ബാക്ക് എൻഡിൽ വന്ന് കിടക്കും. എന്നിട്ട് ഈ ലീഡ് 2 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 1 ദിവസം കഴിയുമ്പോൾ എക്സൽ ഷീറ്റായിട്ട് ഏജൻസി എടുത്തിട്ട് ആർക്ക് അയച്ചു കൊടുക്കും, ഈ ബ്രാൻഡിന് അയച്ചു കൊടുക്കും. ആ ബ്രാൻഡിൽ അവിടെ കിട്ടുന്ന സമയത്ത് അവിടുത്തെ സെയിൽസുകാരൻ ഒരു വീണ്ടും കുറേ സമയം കഴിഞ്ഞിട്ട് അതിലേക്ക് വിളിക്കും. അപ്പോൾ വിളിച്ചു നോക്കുന്ന സമയത്ത് നിങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് നിങ്ങളെ വീട്ടിലെത്തിയിട്ട് നിങ്ങളെ കുട്ടികളുമായിട്ടും വൈഫായിട്ടുള്ള 2-3 അടിയും കഴിഞ്ഞ് നിങ്ങൾ അടുത്ത സിനിമയ്ക്കും പോയി ഇതും കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ലീഡ് സബ്മിറ്റ് ചെയ്ത് നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാവും, അല്ലേ? സ്വാഭാവികമായിട്ടും സംഭവിക്കൂ. എന്നിട്ട് നമ്മൾ അതിലെ വിളിച്ചിട്ട് അവസാനം ഏജൻസിനെ വിളിച്ചു പറയും, നിങ്ങൾ തരുന്ന ലീഡിന് ഒരു ക്വാളിറ്റിയും ഇല്ല, നിങ്ങൾ ഈ പറയുന്ന ലീഡ്സ് ഇനി നമുക്ക് നിങ്ങളുമായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല, ഇങ്ങനെ ജങ്ക് ലീഡ്സ് ആണ് നിങ്ങൾ തരുന്നത്. ഇത് ജങ്ക് ലീഡിന്റെ പ്രശ്നമല്ല, ഇത് ഇൻസ്റ്റന്റ് ആയിട്ട് വിളിക്കാത്ത പ്രശ്നമാണ്. നിങ്ങളൊരു പരസ്യം എത്ര നേരം തലയിൽ വെച്ച് നടക്കും? മാക്സിമം പോയാൽ ഒരു 30 മിനിറ്റ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമായിരിക്കും. കാരണം നമ്മൾ 1000 പരസ്യം കാണുന്നു, 1000 ആൾക്കാരെ കാണുന്നു. ഈ കണ്ടിന്യൂറ്റി കിട്ടണമെങ്കിൽ ഇൻസ്റ്റന്റ് കോൾ വേണം. ഞാൻ പറയാം, അത്രയും ഇൻസ്റ്റന്റ് കോൾ ചെയ്യാം. ഇപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ AI വോയിസ് കോൾ, ഈ AI വോയിസ് കോൾ ഇവിടെ വർക്കാവും. നിങ്ങൾക്ക് ഒരു ഫേസ്ബുക്കിൽ നിന്ന് ഒരു ലീഡ് വരുന്ന സമയത്ത്, ഹലോ ഞാൻ ഇന്ന ബ്രാൻഡിൽ നിന്നാണ്, ABC ബ്രാൻഡിൽ നിന്നാണ് വിളിക്കുന്നത്, പിന്നെ താങ്ക് യു, യുവർ ലീഡ് ഹാസ് ബീൻ റിസീവ്ഡ് സക്സസ്ഫുള്ളി, ഞങ്ങളെ സെയിൽസ് ടീം ഇപ്പം ഇതിലാണ്, എനിവേ ഞങ്ങൾ എന്തായാലും നിങ്ങളെ കോൺടാക്ട് ചെയ്യും, താങ്ക് യു ഫോർ ഇതെന്ന് പറഞ്ഞൊരു മെസ്സേജ് ഓട്ടോമേറ്റഡ് കോൾ പോയി വെച്ചാൽ ആൾക്കാർ ഹാപ്പി ആയി. ഓക്കെ, റെക്കഗ്നൈസ് ചെയ്തു, ഈ ബ്രാൻഡിനെ വിളിച്ചു. എന്നിട്ട് നമ്മൾ 2 മണിക്കൂറിനുള്ളിൽ കോൾ ചെയ്ത് കഴിഞ്ഞാൽ കൺവേർഷൻ സാധ്യത കൂടി. ഇതെന്ത് ചെയ്യൂല, ഓട്ടോമേറ്റ് ചെയ്യൂല. ഇതൊക്കെ ഓട്ടോമേറ്റ് ചെയ്തിരുന്ന എന്തോ വലിയ ഭയങ്കര എക്സ്പെൻസീവ് പരിപാടിയാണ് ആൾക്കാരെ കണക്കൂട്ടൽ. ഇതൊക്കെ ഓട്ടോമേറ്റ് ചെയ്യാൻ അത്ര വലിയ കോസ്റ്റ്ലി പരിപാടിയൊന്നുമല്ല, വളരെ ലൈറ്റ് ആയിട്ട് ചെയ്യാം. സെയിൽസ് ടീമിനെ നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാം. അതിനൊക്കെ നമ്മൾ സിസ്റ്റംസും ടൂൾസും ഒക്കെ യൂസ് ചെയ്താൽ മതി. ഒപ്റ്റിമൈസ് ചെയ്യാം എങ്ങനെ? ഇപ്പോൾ വളരെ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞു,
വളരെ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുന്ന ആ ലീഡ് ഏറ്റവും പെട്ടെന്ന് സെയിൽസ് ആരാണോ ഹാൻഡിൽ ചെയ്യുന്നത് അവരുടെ അടുത്തേക്ക് എത്തണം. അതെ, അവർ കോൺടാക്ട് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം, അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റണം ആസ് എ ഫൗണ്ടർ. അതെങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും? ഇപ്പം യൂഷ്വലി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം സെയിൽസ് ലീഡ് ജനറേഷൻ, നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ലീഡ് ജനറേഷൻ കഴിഞ്ഞ് ജനറേറ്റ് ആയി. രണ്ടാമത്തത് ലീഡ് മാനേജ്മെന്റ് ആണ്. ഈ കിട്ടിയ ലീഡിനെ മാനേജ് ചെയ്യണം. അതിന് സാധാരണ എല്ലാവരും ചെയ്യുക, ആദ്യത്തെ മെത്തേഡ് പേപ്പറും പെന്നും ആയിരുന്നു. ഗൂഗിൾ ഷീറ്റ് വന്നപ്പോൾ അതെല്ലാവരും കൂടി പേപ്പറും പെന്നും എന്നുള്ളത് ഗൂഗിൾ ഷീറ്റ് ആക്കി. പേപ്പറും പെന്നിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി വെച്ച ഏത് പേജിലാന്നുള്ളത് നമ്മൾ തപ്പിപ്പിടിച്ച് 5-8 പ്രാവശ്യമൊക്കെ മറിച്ചിട്ട് നോക്കി എവിടെയാ എന്താ എഴുതി വെച്ചെന്നൊക്കെ നോക്കണം. ഒരു ക്ലാരിറ്റി ഉണ്ടാവാത്ത ഭയങ്കര ബുദ്ധിമുട്ടുള്ള പ്രോസസ്സാണ്. അത് മാറിയിട്ട് ഇപ്പോൾ എല്ലാവരും ഗൂഗിൾ ഷീറ്റിലേക്ക് മാറി. ഇപ്പോൾ ഗൂഗിൾ ഷീറ്റിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗൂഗിൾ ഷീറ്റ് നല്ലതാണ്, വളരെ കുറച്ച് ലീഡ്സ് ഒക്കെ നിങ്ങൾക്ക് ഉള്ളുവെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ഷീറ്റ് ഓക്കെയാണ്. മാനേജ് ചെയ്യാൻ ഗൂഗിൾ ഷീറ്റ് മതി. നന്നായിട്ട് ചെയ്യാൻ അറിയുന്ന ആൾക്കാരും കുറച്ചൊരു പ്രോസസ് ഓറിയൻറ്റഡ് ആയ ആളുകളൊക്കെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ കിടിലായിട്ട് ഗൂഗിൾ ഷീറ്റ് ചെയ്യാം. പക്ഷേ ലീഡിൻ്റെ എണ്ണം കൂടി കഴിഞ്ഞാൽ ഈ ഗൂഗിൾ ഷീറ്റിനകത്ത് ഇത് തപ്പിയെടുത്താൽ കിട്ടില്ല. ഫോൺ നമ്പർ ഉണ്ടാവും, പക്ഷേ ഇയാൾ എന്ത് പറഞ്ഞു, ഇയാൾ എങ്ങനെ പറഞ്ഞു, ഇതിനൊരു കഥ ഉണ്ടാവും. എപ്പോഴും നമ്മളൊരു ലീഡിനെ മാനേജ് ചെയ്യുമ്പോൾ നമ്മളൊരു സ്റ്റോറി ഉണ്ടാവും. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ആരാന്ന് പറഞ്ഞ് വിളിക്കും, അതിനുശേഷം നമ്മൾ എന്താന്ന് പറയും, എങ്ങനെയാണെന്ന് പറയും, പിന്നെ അയാളെ കുറേ ഫോളോ അപ്സ് ഉണ്ടാവും, അയാൾ കുറേ ഒബ്ജെക്ഷൻസ് പറയും, ആ ഒബ്ജെക്ഷൻസ് ഒക്കെ നമ്മൾ ക്ലിയർ ചെയ്യും. ഇങ്ങനെ ഒരു ജേണി ഉണ്ടല്ലോ. ഈ ജേണി എത്രത്തോളം നമ്മൾ ഓർത്തിരിക്കുന്നോ അത്രത്തോളം നമുക്ക് കൺവേർഷൻ സാധ്യത കൂടും. നിങ്ങളൊരു 500 ആളെ ഫോൺ വിളിച്ചിട്ട് ഒരു മാസത്തെ പീരീഡിൽ നിങ്ങൾ 500 കസ്റ്റമറായിട്ട് ഇന്ററാക്ട് ചെയ്തു, നിങ്ങൾക്ക് എത്ര പേരെ ഈ ജേണി ഓർമ്മ ഉണ്ടാവും? തീർച്ചയായിട്ടും ഓർമ്മ ഉണ്ടാവില്ല. സാധാരണ ഞാൻ കണ്ടിട്ടുണ്ട്, ചിലർ എക്സൽ ഷീറ്റ് കാണാം, ഫോളോ അപ്പ് 1, ഫോളോ അപ്പ് 2, ഫോളോ അപ്പ് 3, ഫോളോ അപ്പ് 8, 9 വരെ വെച്ചിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നേരെ എഴുതിയിട്ടുണ്ട്. ആ ഷീറ്റ് നോക്കാൻ തന്നെ തോന്നില്ല. അതിനകത്തൊരു 1000 ലീഡ് ഉണ്ടെങ്കിൽ ഈ ഇത്രയും താഴത്തും മുകളിലോട്ടുള്ള കോമ്പിനേഷൻ നോക്കിയാൽ നമുക്ക് ആ സാധനത്തിനകത്ത് പിന്നെ വർക്ക് ചെയ്യാൻ തോന്നില്ല. ഇത് നമ്മളെ മൈൻഡിന്റെ പ്രശ്നമാണ്. ഇത്രയും വലിയ ലീഡിന്റെ ഇത്രയും ലീഡ്സ് ഉണ്ട്, അത്രയും ലീഡ്സിനകത്ത് അത്രയും ഇൻഫർമേഷൻ ഉണ്ട്. ഇത് ഇവർക്കൊന്ന് സെർച്ച്, ഇപ്പം നിങ്ങൾ സെർച്ച് ചെയ്താൽ പോലെ എളുപ്പമല്ലേ എന്ന്, സെർച്ച് ചെയ്താൽ കിട്ടും, ശരിയാണ്. പക്ഷെ നിങ്ങൾക്ക് ആ വലിയ ഷീറ്റ് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, ഇതൊരു സെയിൽസുകാരനാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ലൈഫുള്ള പ്രോസസ്സാണ്. ആ ലൈഫ് അവിടെ എല്ലാം ഉണ്ടാവും. അവനൊരു മടുപ്പായിരിക്കും ഈ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ. പിന്നെ നമ്മൾ അതിനകത്ത് കുറേ ചുവപ്പും പച്ചയും കളറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാവും. അതൊരു സുഖമുള്ള ഇന്റർഫേസ് അല്ല. നേരെ മറിച്ച് നിങ്ങളൊരു നല്ല ഇന്റർഫേസ് ഉള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത്, ഒരു CRM ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ്സ് വെരി ഈസി. വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് നമുക്ക് കാണേണ്ട പോലെ മാത്രം അത് കാണിച്ച വ്യൂ ഒക്കെ അങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇറ്റ് വിൽ ബി വെരി ഈസി. അപ്പം മൂന്നാമത്തെ സ്റ്റേജ് ആദ്യം ഇതായിരുന്നു, പിന്നെ ആദ്യം പേപ്പറും പെന്നും ആയിരുന്നു, എക്സൽ ഷീറ്റായി, അതിനുശേഷം അത് CRMലേക്ക്. CRM ആണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരും യൂസ് ചെയ്യുന്നത്. CRMനകത്ത് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കൃത്യമായിട്ട് ലീഡ് വരുന്ന ഉടനെ ഫേസ്ബുക്കിൽ ലീഡ് ജനറേറ്റ് ആകുമ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് ആ ലീഡ് ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിന് അസൈൻ ചെയ്യാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് 3 ഡിപ്പാർട്ട്മെന്റ് തന്നെയായിരിക്കാം. ഓക്കെ, ഒരാള് പിന്നെ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി വെക്കുന്ന ആള്, ഒരാള് അല്ലാത്ത നോർമൽ പിന്നെ റെന്റൽ നോക്കുന്ന ഒരാള് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി വെക്കുന്ന ആള്, റിയൽ എസ്റ്റേറ്റ് ഫ്രണ്ട് ആണ്. അപ്പൊ നിങ്ങൾ 3നും ഒരു 6 വെച്ച് ക്യാമ്പയിൻസ് റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, റെസിഡൻഷ്യലിന് ഒരു 3 ആളുകൾ വിളിക്കാനുണ്ട്. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ലീഡ് വരുമ്പം റെസിഡൻഷ്യലുള്ള ആൾക്ക് അസൈൻ ചെയ്യാം. ഓക്കെ, അത് നിങ്ങൾക്ക് 6 പേരോ അല്ല 3 പേരോ സെയിൽസ് ടീമിലുണ്ടെങ്കിൽ ഒന്നാദ്യത്തേക്ക്, രണ്ടാമത്തേക്ക്, മൂന്നാമത്തേക്ക് അങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ലീഡ് ഫേസ്ബുക്കിൽ അവിടെ അടിക്കുമ്പോൾ തന്നെ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു സെയിൽസ്മാൻ ആ ലീഡ് അസൈൻ ആയിട്ട് അവർക്ക് അവിടെ നിന്ന് വിളിക്കാം. അസൈൻ ആവുന്ന പറയുമ്പോൾ അവർക്ക് നോട്ടിഫിക്കേഷൻ വരും, അവർക്ക് ഫോണിൽ നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ, അല്ലെങ്കിൽ ഫോണോ ഇമെയിലോ വാട്ടവർ, അത് അവർക്ക് ഏതാണോ കൺവീനിയന്റ്, അവർ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള യു ഹാവ് ഗോട്ട് എ ന്യൂ ലീഡ്. ആ ന്യൂ ലീഡ് എടുക്കുന്നു, അവർ നേരെ വിളിക്കുന്നു, സംസാരിക്കുന്നു, എന്നിട്ട് അതിന്റെ എന്താണോ സംസാരിച്ചെന്നുള്ള അതിൽ മാർക്ക് ചെയ്ത് വെക്കുന്നു. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളൊരു ബസ്സിലോ കാറിലോ ഇരുന്ന് പിന്നെ ഈ പറയുന്ന ആഡ് കണ്ട് ക്ലിക്ക് ചെയ്തു, ഇൻസ്റ്റന്റ് ആയിട്ട് സെയിൽസുകാരന് വന്നു, നിങ്ങൾ ആ കാർ നിർത്തുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കോൾ വന്നു, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ സംസാരിക്കും, ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു ദിവസം അപ്പുറത്തേക്ക് മാറ്റി വെക്കും. അവർ കറക്റ്റായിട്ട് അടുത്ത പ്രാവശ്യം ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ യു ആർ റെഡി ടു ആൻസർ. അല്ലേ? ആ സ്പീഡ് കിട്ടണം. സെയിൽസ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്റ്റന്റിൽ തോന്നുന്നതാണ്, ഒരു മൊമെന്ററിലാണ് സെയിൽസ്. വി ലിവ് ഇൻ മൊമെന്റ്. നമുക്ക് പണ്ട് 1 മണിക്കൂറും 2 മണിക്കൂറും ഒക്കെ സമയം ഉണ്ടായിരുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് ആലോചിക്കാം. ഇന്ന് നമുക്ക് 30 സെക്കൻഡേ ഉള്ളൂ. അപ്പൊ 30 സെക്കൻഡിനുള്ള അറ്റ്ലീസ്റ്റ് ഒരു 30 മിനിറ്റിനുള്ളിലെങ്കിലും നമുക്ക് കോൾ വരണ്ടേ? 30 സെക്കൻഡിൽ വിളിക്കാൻ പറ്റില്ല, പക്ഷേ 30 മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിലെങ്കിലും കോൾ വരണ്ടേ? ഇത് ദിവസങ്ങൾ എടുത്ത് വിളിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം. അപ്പോൾ സിസ്റ്റത്തിലേക്ക് മാറുക, നേരെ CRMലേക്ക് കൊണ്ടുവരിക. CRM ഓട്ടോമാറ്റിക് ആയിട്ട് ആൾക്കാർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക. അസൈൻ ചെയ്തിട്ട് അവർ വിളിച്ച് ഫസ്റ്റ് കോണ്ടാക്ട് ചെയ്യട്ടെ. അതാണ് ഇതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റെപ്പ്. അതായത് നമ്മൾ ലീഡ് ചെയ്തു, ലീഡ് ജനറേറ്റ് ചെയ്ത് ലീഡ് മാനേജ്മെന്റിൽ നമ്മൾ എത്തി. അപ്പോൾ ലീഡ് മാനേജ്മെന്റിൽ ഇതാണ് നമ്മൾ ചെയ്യേണ്ട പരിപാടി. സോ ലീഡ് മാനേജ് ചെയ്ത് നമ്മൾ ഫസ്റ്റ് കോണ്ടാക്ട് നടത്തി, പിന്നെ ഫോളോ അപ്സ്, ഓബിയസ്ലി ഫോളോ അപ്സ് നമ്മൾ ചെയ്യണം. അപ്പോൾ അതിൻ്റെ
ഓരോ സ്റ്റേജ് നമ്മൾ മാർക്ക് ചെയ്ത് പോകണം. ഇതെല്ലാം നമുക്ക് ഓർഗനൈസ് ചെയ്യണമെങ്കിൽ അതിനാണ് നമ്മൾ CRM യൂസ് ചെയ്യേണ്ടത്. കൺവേർഷൻ എങ്ങനെ ട്രാക്ക് ചെയ്യാം, എങ്ങനെ കൺവേർഷൻ അതിലേക്ക് എങ്ങനെ മൂവ് ചെയ്യാം, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അതായത് ഇതിനകത്ത് ഈ കൺവേർഷനിലേക്ക് പോകുന്നതിന് മുന്നേ ഒറ്റ കാര്യം, അതായത് ഈ നമ്മൾ സ്റ്റേജ് എന്ന് പറഞ്ഞല്ലോ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. സാധാരണ ഇതിനകത്ത് സെറ്റ് ചെയ്യുന്ന ആളുകൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലോ കറക്റ്റ് സെറ്റ് ചെയ്യില്ല. ഒരു നോർമൽ ഒരു സ്റ്റാൻഡേർഡ് ഫ്ലോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ കസ്റ്റമർ ഫസ്റ്റ് കോൾ അറ്റംപ്റ്റ് ചെയ്തു, 2 ഔട്ട്കമാണ് സംഭവിക്കുക. ഒന്നുകിൽ അയാൾ കോൾ എടുക്കും, അല്ലെങ്കിൽ അയാൾ കോൾ എടുക്കില്ല. ഓക്കെ, ഫസ്റ്റ് അറ്റംപ്റ്റിൽ കോൾ എടുക്കും, കോൾ എടുക്കില്ല. കോൾ എടുത്താൽ സംഭവിക്കുന്നത് അയാൾ കുറച്ച് കൂളായിട്ടുള്ള കസ്റ്റമർ ആയിരിക്കും. ചിലപ്പോൾ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ ചെറിയ ഇൻട്രസ്റ്റ് ഉള്ള ആളായിരിക്കും. അതിന് നമ്മൾ വാം കസ്റ്റമർ എന്ന് പറയും. ശരിക്കും ഇൻട്രസ്റ്റ് ഉള്ള കസ്റ്റമറാണ്, അത് നമ്മൾ ഹോട്ട് കസ്റ്റമർ എന്ന് പറയും. ഓക്കെ, അയാൾ റെഡി ടു ബൈ ദ പ്രൊഡക്റ്റ് ആണ്. അയാൾ ബൈ ചെയ്തു നമ്മളെടുത്തുനിന്ന്, അറ്റ കോൾ നമ്മൾ മുറിച്ചു, അയാൾ വാങ്ങി ബൈ ചെയ്തു. ഇല്ലെങ്കിൽ അതൊരു സ്പാം ലീഡാണ്, ജങ്ക് ലീഡാണ്. ഇത്രയും സ്റ്റേജസ് ആണ് ഫോൺ എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഓക്കെ, ഫോൺ എടുത്തില്ലെങ്കിൽ അയാൾ ബിസിയാണ്, അയാളെ നമ്പർ ഇൻവാലിഡ് ആണ്, അയാളെ നമ്പർ സ്പാം ആണ്. ഈ 3 കണ്ടീഷനാണ്. ഇത്രയും സാധനം നമ്മൾ മാപ്പ് ചെയ്യണം. ജനറിക് ആണ്, ഇത് ഏറ്റവും ബേസിക്കാണ്. ഓരോ ബിസിനസ്സിനനുസരിച്ച് ഇതിൽ കുറേ ചിലർക്ക് ഇപ്പോൾ ഒരു വീടൊക്കെ റിയൽ എസ്റ്റേറ്റ് ഒക്കെ ആണെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ അവിടെ ചിലപ്പം സൈറ്റ് വിസിറ്റ് ഉണ്ടാവും. സൈറ്റ് വിസിറ്റ് അയച്ച് കോൺട്രാക്ട് അയച്ചു കൊടുക്കൽ, അങ്ങനെ ചിലതിൽ കുറെ കൂടുതൽ ബ്രേക്ക് ഡൗൺസ് ഉണ്ടാവും. പക്ഷെ ജനറൽ ആയിട്ടുള്ളത് ന്യൂ, കോൺടാക്റ്റഡ് ഓർ അറ്റംപ്റ്റഡ് ടു കോൺടാക്ട്, കൂൾ, വാം, ഹോട്ട്, ഇൻട്രസ്റ്റഡ്, ബിസിനസ് പർച്ചേസ്ഡ്, ലോസ്റ്റ് അല്ലെങ്കിൽ സ്പാം. ഇത്രയും സാധനങ്ങൾ എല്ലാവരും അവരെ സെയിൽസിന് ഫ്ലോ ഉണ്ടാവും. ഈ ഫ്ലോ ആണ് നമ്മൾ കറക്റ്റ് സെറ്റ് ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ ഒരു ഫേസ്ബുക്ക് നിങ്ങൾ ലീഡ് ക്യാമ്പയിൻ ചെയ്തു, 5000 ലീഡ് കിട്ടി. 5000 ലീഡിൽ എത്ര ലീഡ് ബിസിനസ് ആയി എന്ന് ചോദിച്ചാൽ ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയണ്ടാവില്ല. ഇപ്പം നമ്മൾ ഇത് നമ്മൾ ROI കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. ഞാനിപ്പോൾ എത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് ഇതിനകത്ത് എത്ര റിട്ടേൺസ് കിട്ടി. ROAS, റിട്ടേൺ ഓൺ ആഡ് സ്പെൻഡ്. ഇപ്പം നമ്മൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും എല്ലാവരും പറയുന്ന സാധനം. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ വിറ്റ് പൈസയാക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ്. അവർ ചെയ്യുന്ന പണി ഞാൻ ഇത്രയും റിട്ടേൺ ആഡ് സ്പെൻഡിൻ്റെ മുകളിൽ ഇത്രയും റിട്ടേൺസ് ഉണ്ടാക്കി കൊടുത്തു. ഇപ്പം പ്രത്യേകിച്ച് ഇ-കൊമേഴ്സ് ചെയ്യുന്ന ആൾക്കാരൊക്കെ പറയുന്നൊരു സാധനമാണ്. ഇതെങ്ങനെയാണ് മെഷർ ചെയ്യുക? ഇത് മെഷർ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം എത്ര എണ്ണം കൺവേർട്ട് ആയി എന്നറിയണം. ഇതറിയണമെങ്കിൽ ഈ ഫ്ലോ കറക്റ്റ് ആവണം. നമ്മൾ ഡിജിറ്റൽ മാർക്കറ്ററോട് സംസാരിക്കുമ്പോൾ നമുക്കൊരു സ്ട്രെങ്ത് വേണമെങ്കിൽ നിങ്ങൾ തന്ന 500 ലീഡിൽ 150 ആൾക്കാർ ഫോൺ എടുത്തിട്ടേ ഇല്ല. 50 ആളുകളെ ഫോൺ എടുത്തിട്ടുള്ളൂ. ആ 50 ആളുകൾ അല്ലെങ്കിൽ 300 ലീഡ് 50 ആൾ ഫോൺ എടുത്തു, അല്ലെങ്കിൽ 150 ആൾ ഫോൺ എടുത്തില്ല, 150 ആൾ 300 ലീഡ് വന്നു, 150 ഫോൺ എടുത്തില്ല, 150 ഫോൺ എടുത്തു. 150 ഫോൺ എടുത്തതിൽ നമുക്കാകെ 5 പേരാണ് കൺവേർട്ട് ആയത്. അതിൽ നമുക്ക് ടോട്ടൽ റവന്യൂ കിട്ടിയത് 50 ലക്ഷം രൂപയാണ്, അല്ലെ 50 ലക്ഷം ദിർഹംസ് ആണ്. അപ്പോൾ എനിക്ക് ഇത്രയാണ് ഇതിന്റെ കോസ്റ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റണമെങ്കിൽ ഈ ഡാറ്റ വേണം, അത് നമ്മൾ ട്രാക്ക് ചെയ്യണം. ഇതിപ്പം ഇപ്പോൾ ഈ പോഡ്കാസ്റ്റ് കാണുന്ന എത്ര ആളുകൾ ഇത് ട്രാക്ക് ചെയ്യുന്നുണ്ടാവും? സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ദേ വിൽ ഹാവ് ദാറ്റ് നമ്പർ. നിങ്ങൾക്ക് ആ നമ്പർ ഉണ്ടെങ്കിൽ യു ആർ അറ്റ് ഗുഡ് പ്ലേസ്. നിങ്ങൾക്ക് ആ നമ്പർ ഇല്ല, നിങ്ങൾക്ക് ലീഡിന്റെ നമ്പർ മാത്രമേ ഇല്ലെങ്കിൽ നിങ്ങൾ ഇനിയും ഇമ്പ്രൂവ് ചെയ്യാണ്ട്. നിങ്ങൾക്ക് ലീഡിന്റെ നമ്പറും ഇതും ഇല്ലെങ്കിൽ നിങ്ങൾ വളരെ വളരെ പുറകിലാണ്. നിങ്ങളെ പൈസ പോകുന്നത് നിങ്ങൾ അറിയുന്നില്ല. നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റണം എത്ര ലീഡിന് എത്ര കോസ്റ്റിന് എത്ര പൈസ മുടക്കിയ ഒരു കസ്റ്റമർ എനിക്കാവുന്നു. നമുക്ക് കൃത്യമായിട്ടുള്ള നമ്പർ വേണം. ഇപ്പം ചിലപ്പം 300 ലീഡ് കിട്ടിയാൽ അതിൽ 100 ലീഡിനായിരിക്കും 3 ലീഡായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കൺവേർട്ട് ആവാം. അപ്പം 100 ലീഡ് ജനറേറ്റ് ചെയ്താലേ ഒരു ബിസിനസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. മനസ്സിലായോ? ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മളെ സെയിൽസുകാരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ഇൻപുട്ടില്ലേ, അത് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അനലൈസ് ചെയ്യാൻ. കാരണം അവരാണ് വിളിക്കുന്നത് കസ്റ്റമറാ, അവരാണ് കസ്റ്റമറോട് സംസാരിക്കുന്നത്. അവർ ഇന്ററാക്ട് ചെയ്യുന്ന ഡാറ്റ എടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇതിനെ മാറ്റാൻ. കാരണം അവർക്ക് അറിയുന്ന പോലെ നമുക്ക് അവർ ആ സംസാരിക്കുന്ന കാര്യം നമ്മൾ CRMലേക്ക് മാപ്പ് ചെയ്താൽ കൃത്യമായിട്ട് ഇത് ഡിജിറ്റൽ മാർക്കറ്റർക്ക് മനസ്സിലാവും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആഡ് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ലൊക്കേഷൻ നമുക്ക് വർക്ക് ആവുന്നില്ല, ചിലപ്പം നമുക്ക് പ്രോപ്പർട്ടി ഉണ്ടാവുന്നത് ജുമേറയിലായിരിക്കും. ഓക്കെ, ആഡ് മുഴുവൻ പോകുന്നത് ഷാർജയിലായിരിക്കും. ഷാർജയിലുള്ള ആൾ ജുമേറയ്ക്ക് വരാൻ താല്പര്യപ്പെടുന്ന ആളുകളായിരിക്കും, കാരണം അവിടെ കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ ആഡ് പോകേണ്ടത് ആ ഏരിയ ബിസിനസ് ബേയിൽ വന്നാൽ ചിലപ്പോൾ ബിസിനസ് ബേ കുറച്ചുകൂടി പ്രീമിയം ആളുകൾ താമസിക്കുന്ന സ്ഥലമായതുകൊണ്ട്, അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ജുമേറയിലൊക്കെ അവർ അപ്ഗ്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ട്. അങ്ങനെ പല രീതിയിലും നമുക്ക് ആ പൊസിഷനൊക്കെ മാറ്റാൻ പറ്റും. അതിനാ ഇവരുടെ അടുത്ത് ക്ലാരിറ്റി കിട്ടണം. വൈ ദിസ് ലീഡ് ഈസ് നോട്ട് വർക്കിംഗ്.
അപ്പൊ ഇതൊക്കെ കണക്റ്റഡ് ആണെന്ന് പറയാം. അപ്പൊ ഈ സ്റ്റേജ് ആദ്യം ബ്രേക്ക് ചെയ്യണം. സ്റ്റേജ് ബ്രേക്ക് ചെയ്ത് സ്റ്റേജ് സിസ്റ്റത്തിൽ മാപ്പ് ചെയ്യണം. എന്നിട്ട് ഏത് സ്റ്റേജിലാണ് നമുക്ക് ബോട്ടിലിനൊക്കെ ആവുന്നത്, എവിടെ നമ്മൾ കുടുങ്ങുന്നത്, ഏത് സ്റ്റേജിലാണ് ഈ പ്രശ്നം ഡീല് ബ്ലോക്ക് ആവുന്നതെന്നുള്ള നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവണം. ഇതാണ് അതിന്റെ ഒരു മൂന്നാമത്തെ ലീഡ് മാനേജ്മെന്റിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ ഒബ്വിയസ്ലി അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ പ്രോബ്ലംസ് എവിടെയാണെന്നുള്ള നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. അത് നമ്മൾ ഈ സെയിൽസ് ടീമിന് അതിന് വേണ്ടി എക്വിപ്പ് ചെയ്യണം ആദ്യം അല്ലേ. അപ്പോൾ അവർക്ക് അതിന് വേണ്ട ട്രെയിനിങ് കൊടുത്താൽ മാത്രമേ അവർക്ക് ഇത് ഫില്ല് ചെയ്യാനും ആ ഡാറ്റ നമ്മളായിട്ട് ഷെയർ ചെയ്യാനും പറ്റുള്ളൂ. നമ്മൾ സെയിൽസ് ടീമിന് ട്രെയിനിങ് കൊടുക്കുമ്പോൾ എപ്പോഴും ചെയ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുമായിട്ട് നമ്മൾ ഓപ്പൺ ഡിസ്കഷൻ ഇരിക്കും. ഓക്കെ. സാധാരണ എല്ലാവരും ട്രെയിനിങ് സെയിൽസിൻ്റെ ആൾക്കാരെ ഭയങ്കരമായിട്ട് പുഷ് ചെയ്തിട്ട് സെയിൽസ് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളത് കൊണ്ടുപോകാം, നിങ്ങളിത് കൊണ്ടുപോകാം എന്ന് പറയാന്നല്ലാതെ അവരെ കൂടെ ഇരുന്നിട്ട് അവരെ പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കൂല. പ്രഷർ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. സെയിൽ വന്നില്ല, എത്തിയില്ല എന്നുള്ള പ്രഷർ കൊണ്ടുവരാൻ. ഇവരെ പ്രോബ്ലംസ് കേട്ടാൽ കുറേ കാര്യങ്ങൾക്ക് വ്യത്യാസം കൊണ്ടുവരാൻ പറ്റും. ഇപ്പം ഒരു സെയിൽസുകാരൻ പറയുന്ന ഇൻസൈറ്റ്സ് ചിലപ്പോൾ ഒരു ഓണർക്ക് മനസ്സിലാക്കാം. മീൻസ് ഓണർ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. ഞാൻ സെയിൽസിൽ എപ്പോഴും ഞാൻ ഡയറക്റ്റ് സെയിൽ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ ഡയറക്റ്റ് കസ്റ്റമറോട് സംസാരിക്കാറുണ്ട്. ഡയറക്റ്റ് നമ്മളെ സെയിൽസ് ടീം ഇരിക്കുന്ന കോളിൽ കയറാറുണ്ട്. അപ്പോൾ കോളിൽ കയറുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ പറയുന്ന ഒബ്ജെക്ഷൻസും കസ്റ്റമർ പറയുന്ന കൺസേൺസും നമുക്ക് മനസ്സിലാവും. ഇപ്പം സെയിൽസുകാരൻ ചിലപ്പോൾ നല്ല ഓപ്പണർ ആയിരിക്കും. അയാൾ പെട്ടെന്ന് ഒരാളെ കണ്ടുപിടിച്ച് സംസാരിച്ച് തുടങ്ങി ഇതിന്റെ ഡെമോയിലൊക്കെ എത്തിക്കും. പക്ഷേ നെക്സ്റ്റ് സ്റ്റേജ് ക്ലോസിംഗ് ഉണ്ടാവില്ല. അപ്പോൾ അവിടെ അവൻ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിയണം. നമുക്ക് ഓൾറെഡി നമ്മൾ ബിസിനസ് ഓണർ ആയതുകൊണ്ട് നമ്മൾ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മൾ എടുത്തിട്ടുണ്ടാവും. എന്ത് ഒബ്ജക്ഷൻ കസ്റ്റമർ പറഞ്ഞാലും നമ്മൾ ആ ഒബ്ജക്ഷൻ ഒക്കെ ക്രോസ് ചെയ്തിട്ട് നമ്മൾ വെക്കും. പക്ഷേ സെയിൽസുകാരന് നമ്മൾ അത് പഠിപ്പിച്ചു കൊടുത്താൽ അവനും അതേപോലെ വെക്കാൻ തുടങ്ങും. ആദ്യ ദിവസം വെക്കും എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഓവർ ദ പീരീഡ് ഓഫ് അവൻ ഷാർപ്പാവും. അപ്പോൾ ആദ്യം നമ്മൾ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേൾക്കണം. ഇവരെന്താണ് പ്രശ്നം എന്നൊരു സെയിൽസ് ടീമായിട്ട് ഇരിക്കുക. എന്നിട്ട് അവരോട് ചോദിക്കുക, നിങ്ങൾക്ക് ഫസ്റ്റ് കോൾ ചെയ്യുമ്പോൾ കസ്റ്റമർ നിങ്ങളോട് വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കുന്നുണ്ടോ? ഓക്കെ, അതൊരു അടിപൊളി ചോദ്യമാണ്. ആ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ അവർ പറയും ഓക്കെ എല്ലാ കസ്റ്റമേഴ്സും ഭയങ്കര അടിപൊളിയായിട്ട് നമ്മളെടുത്ത് നമ്മൾ ആഡ് ഓക്കെയാണ്. അപ്പോൾ അവർക്ക് എന്തിനാ വിളിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ കേൾക്കുന്നുണ്ട്. സെക്കൻഡ് കോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? അതായത് ഇയാൾ ഫോളോ അപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ട് ഇയാൾ ഫോൺ എടുക്കുന്നുണ്ടോ? അതെ, ഓക്കെ, ഫോൺ എടുക്കുന്നുണ്ട്. അപ്പോൾ ചിലർ പറയും എനിക്ക് ഫോൺ എടുക്കുന്നില്ല, ഞാൻ ആദ്യം വിളിച്ചാൽ പിന്നെ രണ്ടാമത് അയാൾ ഫോൺ എടുക്കില്ല. അപ്പോൾ ഇവൻ ഫസ്റ്റ് പറയുന്നിടത്ത് എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ ഇവന്റെ പറ്റുവാണെങ്കിൽ അവനോട് പറയാം, നീ ഒന്ന് ഫോണിൽ നീ കുറച്ച് കോൾസ് റെക്കോർഡ് ചെയ്യും, ഞാനൊന്ന് കേട്ട് നോക്കട്ടെ, എന്നിട്ട് നിനക്ക് എന്തെങ്കിലും ഇംപ്രവൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പം നമ്മളെ കോൾ കേട്ടാൽ ചിലപ്പം ഇവൻ പറയുന്ന രീതിക്ക് എന്തോ പ്രശ്നം ഉണ്ടാവും, ഇല്ലെങ്കിൽ ഇവൻ പറഞ്ഞു കൊടുക്കുന്ന അയാൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല, അവിടെ എന്തോ ക്ലാരിറ്റി കുറവുണ്ടാവും. അപ്പോൾ അവൻ നമ്മൾ അവിടെ ട്യൂൺ ചെയ്യാം. സെക്കൻഡ് സ്റ്റേജ് എത്തി വിചാരിക്കുക. മിക്കവാറും ആൾക്കാർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തലൊക്കെ ഈസി ആയിട്ട് എത്തും. അത് കഴിഞ്ഞിട്ട് ക്ലോസിങ്ങിലാണ് കൊടുക്കുക. അവിടെ നിന്ന് അങ്ങോട്ട് പോകില്ല. ആ പ്രൊഡക്റ്റൊക്കെ പരിചയപ്പെടുത്തി കസ്റ്റമർ ഡെമോ എടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യൂല, ഇങ്ങനെ ഫോൺ എടുക്കാണ്ട് അല്ലെങ്കിൽ പിന്നെ വിളിക്കി നോക്കട്ടെ, ഞാനിവിടെ ഇല്ല, ട്രാവലാണ്, അതാണ് ഇതാണ് ഇതൊക്കെ പറഞ്ഞ് കളിക്കും. അവിടെയാണ് എപ്പോഴും ക്ലോസിങ്ങിലാണ് എല്ലാവരും ഒരുവിധം. കാരണം ലാസ്റ്റ് സ്റ്റേജ് ആണല്ലോ, പൈസ വാങ്ങി കീസയിലിടുന്ന പോയിന്റ് ആണ് ഏറ്റവും വലിയ പ്രശ്നമുള്ള പോയിന്റ്. ആ ഭാഗത്താകുമ്പോൾ അതിന് കുറേ ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒബ്ജക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ ചിലപ്പോൾ അവർക്ക് വാല്യൂ ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. ഇപ്പം ഞാൻ എന്തിനാ ഇത്ര പൈസ മുടക്കി ഇതിന് എടുക്കണോ, അല്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും നോക്കണോ, അല്ലെങ്കിൽ ഇതിന് പൈസ കൊടുത്തിട്ട് കാര്യമുണ്ടോ, ഇതൊക്കെയാണ് വാല്യൂ ഫീൽ ചെയ്യാൻ്റെ പ്രശ്നം. വാല്യൂ ഫീൽ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് സെയിൽസുകാരൻ്റെ ആവശ്യം. ഓക്കെ, കൊടുക്കുന്ന പൈസയേക്കാൾ അല്ലെങ്കിൽ അതിന് അറ്റ്ലീസ്റ്റ് ഈക്വൽ എങ്കിലും വാല്യൂ മുമ്പിലുള്ള ആൾക്ക് ഫീൽ ചെയ്താൽ മാത്രമേ അയാൾ പ്രൊഡക്റ്റീവ് ആവുള്ളൂ. നിങ്ങൾ തരുന്ന സർവീസ്, നിങ്ങളൊരു IT കമ്പനി നടത്തുകയാണ്, ഓക്കെ, നിങ്ങൾ തരുന്ന സർവീസ് എനിക്ക് ഞാൻ തരുന്ന പൈസയ്ക്ക് ഈക്വലന്റ് വാല്യൂ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള വാല്യൂ തോന്നുമ്പോഴേ ഞാൻ എൻ്റെ കയ്യിലെ പൈസ തന്നിട്ട് നിങ്ങളെടുത്തുനിന്ന് വാല്യൂ വാങ്ങുള്ളൂ. അത് കുറവായിട്ട് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ പൈസ മുടക്കാത്തത്. ബാക്കിയൊക്കെ ഒബ്ജക്ഷന്റെ ഭാഗമാണ്. ബാക്കി എല്ലാവരും വേണ്ടെന്ന് പറയുന്നത്, നോക്കട്ടെ എന്ന് പറയുന്നത്, ഇതൊക്കെ വാല്യൂ നിങ്ങൾക്ക് തോന്നിപ്പിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ റിയൽ ഒബ്ജക്ഷൻ എന്താണെന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പലപ്പോഴും ഈ ലീഡ് അല്ലെങ്കിൽ ക്ലയൻസ് ഒരിക്കലും യഥാർത്ഥ ഒബ്ജക്ഷൻ പറയൂല. യഥാർത്ഥ ഇതിന്റെ മെയിൻ കാര്യം വാല്യൂ ആണ്. വാല്യൂ ഫീൽ ചെയ്യുന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾക്ക് തോന്നുകയാണ്, നിങ്ങൾക്ക് ഫീൽ ചെയ്യാണ് ഈ പ്രോഡക്റ്റ് എടുത്താൽ എൻ്റെ ലൈഫിനോ എൻ്റെ ബിസിനസ്സിനോ ഒരു വ്യത്യാസം വരുന്നു കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ ഇപ്പോഴുള്ള പൈസ എനിക്ക് ഡബിൾ ആക്കാൻ പറ്റുന്നോ എന്തോ നിങ്ങൾക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ യു ആർ റെഡി ടു സ്പെൻഡ് അല്ലേ? പക്ഷെ അത് നിങ്ങളത് എന്തുകൊണ്ടാണ് ചെയ്യാത്തത് വെച്ചാൽ നിങ്ങൾക്കത് തോന്നില്ല. അപ്പോൾ ഒന്നുകിൽ നമ്മളെ സെയിൽസുകാരൻ അത് ഫീൽ ചെയ്തിട്ടുള്ളൂ. അയാൾ ഇമാജിനേഷനിൽ നമ്മൾ എപ്പോഴും പറയും പ്ലാന്റ് ദ ഐഡിയ ഇൻ ഹിസ് ബ്രെയിൻ. കസ്റ്റമർ ബ്രെയിനിൽ അവരെ ഐഡിയ നമ്മൾ പ്ലാൻ ചെയ്യണം ശരിക്കും സെയിൽസുകാരൻ. എന്നിട്ട് ആ ഐഡിയ അവിടെ നിന്ന് ഇങ്ങനെ മുളയ്ക്കണം. എന്നിട്ട് അവർ നമ്മളെടുത്ത് വരണം. എന്നിട്ട് അവർക്ക് തോന്നണം അത് അവരെ സ്വന്തം ഐഡിയ ആയിരുന്നു.
ഞാൻ വിറ്റ പ്രൊഡക്റ്റ് ആണെങ്കിലും അത് വാങ്ങിയത് ഞാൻ വിറ്റതുകൊണ്ടല്ല, അയാൾ വാങ്ങിയതുകൊണ്ടാവണം. അയാളുടെ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് അയാളെ തീരുമാനം അയാൾക്ക് തോന്നണം. അത് തോന്നിപ്പിക്കലാണ് ഒരു സെയിൽസുകാരൻ്റെ കഴിവ്. അപ്പം ഞാൻ സാധാരണ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഇന്ന കാര്യങ്ങളാണ് ചെയ്യാറ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഡിഫറൻസ് ഉണ്ടാവും നിങ്ങളുടെ ബിസിനസ്സിൽ. ഇപ്പം നിങ്ങളിപ്പോൾ CRM ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ എക്സൽ, ഇപ്പം ഞാൻ അവരോട് ആദ്യം ചോദിക്കാറുണ്ട് നിങ്ങൾ എന്താ ചെയ്യാറ്, നിങ്ങൾ എക്സൽ ആണോ? അവരോട് ആദ്യം ഞാൻ മാക്സിമം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് അവരെ പെയിൻ പോയിന്റ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ നോക്കും. നിങ്ങൾ എക്സൽ ആണോ യൂസ് ചെയ്യാറ്, പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് റിപ്പോർട്ട്സ് ഡെയിലി കിട്ടാറുണ്ടോ, നിങ്ങൾക്ക് എത്ര കോൾ ഒരു ദിവസം നിങ്ങൾ ഓഫീസിൽ ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ പറ്റാറുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ലീഡിന്റെ കോസ്റ്റ് എത്രയാണ്, അത് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? അപ്പോൾ മിക്കവാറും ചോദ്യങ്ങൾക്ക് ഇവർക്ക് ഉത്തരം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പറയും, ക്ലാരിറ്റി ഉണ്ടാവുക എന്നുള്ളത് ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു നമ്പർ പറയുകയാണ്, ഇപ്പോൾ കഴിഞ്ഞ മാസം 5 ലക്ഷം രൂപ നമുക്ക് ആഡിന് മാത്രം സ്പെൻഡ് ചെയ്തിട്ട് ആകെ 3 ലക്ഷം രൂപയുടെ സെയിലേ നമുക്ക് നടന്നിട്ടുള്ളൂ എന്നൊരു നമ്പർ നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ബേസിക്കലി അത് വെച്ചിട്ടൊരു തീരുമാനം എടുത്തൂടെ? ആഡ് ടീമിനെ മാറ്റണമെന്ന് തീരുമാനം എടുക്കാം, അല്ലെങ്കിൽ ഒപ്റ്റിമൈസ് ചെയ്യണമെന്നുള്ള തീരുമാനം എടുക്കാം, എന്താ വർക്കാവാത്തത് നോക്കാം. ഇതൊന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? ജനറിക് ആയിട്ട് നിങ്ങൾക്ക് അന്നേരത്തെ നിങ്ങളെ തോന്നലുകൾക്കനുസരിച്ച് നിങ്ങൾ തീരുമാനം എടുക്കും. തോന്നലുകൾക്കനുസരിച്ച് എടുക്കുന്ന തീരുമാനങ്ങൾ മിക്കവാറും തെറ്റിപ്പോകും. അപ്പം നിങ്ങളെ തീരുമാനം തെറ്റാതിരിക്കേണ്ടത് നിങ്ങൾ ആവശ്യമാണ്, നിങ്ങളെ ബിസിനസ്സാണ്. അത് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സിസ്റ്റംസ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാവും, ഭയങ്കര ക്ലാരിറ്റി ഉണ്ടാവും. ഇപ്പം ക്ലാരിറ്റി ഇല്ലാതെ ബിസിനസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. പ്രൊഡക്റ്റിൻ്റെ കേസ്, നമ്മുടെ പ്രൊഡക്റ്റിൽ നമുക്ക് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തു തരാൻ പറ്റും. അത് നിങ്ങൾക്ക് ക്ലാരിറ്റി തരുന്നുള്ള കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടിയാണ്. അത് എനിക്ക് ചെയ്തു തരാൻ പറ്റും. അതിന് വേണ്ട എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്യാം. ബാക്കി തീരുമാനം സാറിൻ്റെതാണ്, സാറ് നോക്കിയിട്ട് പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് ഞാൻ പോരും. ഐ ഡോണ്ട് പുഷ് ദം. ഇത് അന്നപ്പോൾ ഒന്നും ഫീൽ ചെയ്യില്ല. അടുത്ത ദിവസമോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസമോ റിപ്പോർട്ടോ എന്തെങ്കിലും ആയിട്ട് ബന്ധപ്പെട്ട് ഇയാൾ ഓഫീസിൽ ഈ പറയുന്ന ഡിസ്കഷൻ വരുമ്പോൾ ഇയാൾക്ക് ക്ലാരിറ്റി കിട്ടാണ്ടാവും. കാരണം നമ്മൾ ഓൾറെഡി ഡിസ്കഷൻ നടക്കുമ്പോൾ കസ്റ്റമറിന് ക്ലാരിറ്റി ഇല്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കി. ഓക്കെ, കസ്റ്റമറോട് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ടല്ലോ, ഡിസ്കവറി ക്വസ്റ്റ്യൻസിൽ എനിക്ക് മനസ്സിലായി കസ്റ്റമറിന് ക്ലാരിറ്റി ഇല്ല. കസ്റ്റമറിന് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ കസ്റ്റമർ ആ പറഞ്ഞ ഉത്തരങ്ങളിൽ ക്ലാരിറ്റി ഉണ്ടാവും. ഈ കസ്റ്റമർ അടുത്ത ദിവസം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അയാളെ മനസ്സിൽ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും. അതങ്ങനെ ചിലപ്പം കുറച്ച് കാര്യങ്ങൾ കോളിൽ ചിലപ്പം പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ ഒരു മീറ്റിംഗിൽ പറഞ്ഞതായിരിക്കാം, എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും. കസ്റ്റമർ ചോദിക്കും നമുക്ക് കഴിഞ്ഞ മാസം എത്ര ലീഡ് കിട്ടി? അപ്പം സെയിൽസ് ടീമിന് കൃത്യമായിട്ട് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ടീമിന് കൃത്യമായിട്ട് ഉത്തരം ഉണ്ടാവില്ല. അതിൽ എത്ര കൺവേർഷൻ കിട്ടി? അതിന് ഉത്തരം ഉണ്ടാവില്ല. അതെന്താ കൺവേർഷൻ്റെ ഡാറ്റ ഉള്ളത് സാർ? അത് ഇത് അവർ എക്സ്ക്യൂസ് പറയും. അപ്പോൾ കസ്റ്റമർ എന്തിക്കും, ഇത് ഇങ്ങനെയായാൽ ശരിയാവില്ല, എനിക്ക് ക്ലാരിറ്റി ഇല്ലാണ്ട് എനിക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല, ഞാൻ എന്ത് തീരുമാനം എടുക്കണ്ടേ? അപ്പോൾ ഇത് തീരുമാനം എടുക്കണമെങ്കിൽ ഞാൻ ഇനി എന്ത് ചെയ്യണം? അപ്ഗ്രേഡ് ചെയ്യണം. ഞാൻ എൻ്റെ പ്രോഡക്റ്റ് സിസ്റ്റം മാറ്റിയേ പറ്റും. ഇപ്പോൾ സിസ്റ്റം അന്ന് ഞാൻ ഒരാളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അയാൾ എൻ്റെ അടുത്ത് ഇതിൻ്റെ പറ്റിയിട്ട് പറഞ്ഞു പോയിട്ടുണ്ടല്ലോ, അതാരായിരുന്നു? ഇപ്പോൾ ആലോചിക്കും. അതിന് ആ സമയത്ത് അവർക്ക് നമ്മളെ കിട്ടാൻ വേണ്ടി ഓൾറെഡി നമ്മൾ വാട്സപ്പിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതായത് ഞാനിങ്ങനെ അഖിലാണ്, ഗെറ്റ് ലീഡാണ്, CRM ആണ്, ഇതിനകത്ത് നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് നമ്മൾ ഇട്ടിട്ടുണ്ടാവും. അയാൾ വാട്സപ്പിൽ CRM എന്നോ ഡാറ്റ എന്നോ എന്തെങ്കിലും അടിച്ചാൽ കിട്ടുന്ന കീവേഡ്സ് ഞാൻ ഓൾറെഡി മെസ്സേജ് അയച്ചിട്ടുണ്ടാവും. ഇയാൾ സെർച്ച് ചെയ്യുന്നു, എന്നെ വിളിക്കുന്നു. പിന്നെ ഇത് ഈസിയാ, ക്ലിയർ. നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, സാർ നമ്മുടെ അടുത്ത് ഒരു അടിപൊളി പ്രൊഡക്റ്റ് ഉണ്ട് സാർ, എന്തായാലും വാങ്ങണം സാർ, പ്ലീസ് സാർ, ഇത് ഇങ്ങനെ സാർ. ഇതല്ല സെയിൽസ്. ഇത് സെയിൽ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് കൺവേർട്ട് ആവാത്തത്. ആളെ മനസ്സിൽ നമ്മൾ അവരുടെ പ്രശ്നം കറക്റ്റായിട്ട് നമ്മളെടുത്ത സൊല്യൂഷൻ ഉണ്ട് നമുക്ക് ഉറപ്പാണെങ്കിൽ നമുക്ക് കസ്റ്റമറിന് സെല് ചെയ്യാൻ പറ്റും ഈ പ്രൊഡക്റ്റ്. നമ്മൾ ആക്ച്വലി ഒരു ഡോക്ടർ പോലെ ആവണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എക്സാക്ട്ലി, ഡോക്ടറാണ് എല്ലാവരും. സെയിൽസുകാരൊക്കെ ഡോക്ടേഴ്സ് ആണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങളെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ അല്ലേ ഞാൻ തരുന്നത്. എനിക്ക് സൊല്യൂഷൻ അല്ലാണ്ട് നമുക്ക് വിൽക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ അയാളെ പറ്റിക്കണം, ഫേക്ക് പ്രോമിസ് കൊടുക്കണം. നമ്മൾ ജെന്യൂൻ ആയിട്ട് നമുക്കൊരു കേസ് സ്റ്റഡി കാണിക്കാനുണ്ടെങ്കിൽ നമ്മൾ ഇതിനിടയ്ക്ക് നമുക്ക് വേറെയും പറയാം, നമുക്ക് എക്സാമ്പിൾസ് പറയാം. നമ്മളെടുത്ത് ഇന്നൊരു കസ്റ്റമർ ഉണ്ടായിരുന്നു, ഈ കസ്റ്റമറിന് നമ്മൾ വരുന്നതിന് മുന്നേ അവർ ഇങ്ങനെയായിരുന്നു, വന്നതിന് ശേഷം അവർക്ക് ഇങ്ങനെ മാറ്റം ഉണ്ടായി, ദേ ആർ ഹാപ്പി. സാറിന് വേണമെങ്കിൽ ഞാൻ അവരെ കോൺടാക്ട് സാറിനൊന്ന് എക്സ്പീരിയൻസ് ഒന്ന് വിളിച്ചു നോക്കൂ. ഇതൊക്കെ നമ്മൾ ആദ്യം ബിൽഡ് ചെയ്യണം. ഇത് ഞാൻ പറയുന്ന കുറച്ചൊന്ന് മുന്നോട്ട് പോയിട്ടുള്ള സെയിലാണ്. തുടക്കത്തിലാകുമ്പോൾ നമ്മൾ ആദ്യത്തെ 1-2 കസ്റ്റമേഴ്സിന് എടുത്തിട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറേ സ്ട്രഗിൾ ഇടേണ്ടി വരും. അതൊക്കെ ഓരോ ഫേസ് ആണ്, സെയിൽസിന്റെ ഓരോ ഫേസാ. അപ്പോൾ പുതിയ സെയിൽസുകാരാകുമ്പോൾ അവർ സ്ട്രഗിൾ ചെയ്യുന്നതിന്റെ കാരണം അവർക്ക് ഈ പറയുന്ന സ്റ്റോറീസ് ഒന്നും ബിൽഡ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അവർ ഈ സ്റ്റോറി ബിൽഡ് ചെയ്യണം. ഞാൻ സംസാരിച്ച കസ്റ്റമറാണ് സാർ, ഇത് എൻ്റെ സ്വന്തം കസ്റ്റമറാണ്. അപ്പോൾ ചിലപ്പം കസ്റ്റമർക്ക് നമുക്ക് വേണ്ടിയിട്ട് എത്ര വേണമെങ്കിലും ടെസ്റ്റിമോണിയൽ പറയും. നമ്മൾ ആ ഒരു ലെവലിൽ കൺവിൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കസ്റ്റമറാണ്. അപ്പം സെയിൽസ് ഭയങ്കര ഈസിയുള്ള പരിപാടിയാണ്. പക്ഷെ നമ്മൾ അതിന് മനസ്സ് കൊടുക്കണം. മുമ്പിലിരിക്കുന്ന ആൾക്ക് എന്താ വേണ്ടത് നമ്മൾ അവരെ സൈഡിൽ നിന്ന് ആലോചിക്കണം. എന്നിട്ട് അവരായിട്ട് ഇവിടെ ഇരുന്ന് നമ്മൾ സംസാരിക്കണം. അപ്പോൾ ഈ സാധനങ്ങൾ രസമായിട്ട് നമുക്ക് പോകും. ആദ്യം നമ്മളെ പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യും എന്ന് നമുക്ക് ഒരു
തീർച്ചയായിട്ടും നമ്മൾ വിശ്വസിക്കാത്ത ഒരു സാധനം നമുക്ക് വിൽക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് സെല് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ വാങ്ങി നിങ്ങളത് യൂസ് ചെയ്യും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രൊഡക്റ്റ് എല്ലാവർക്കും വിൽക്കാൻ പറ്റും. കാരണം നിങ്ങൾ അനുഭവം പറയല്ലേ. ഇപ്പം ഞാൻ അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു നല്ല സോപ്പ് വാങ്ങി, ഒരു ദിവസം നിങ്ങൾ ഏതെങ്കിലും നെസ്റ്റോലോ അല്ലെങ്കിൽ ലുലുലോ പോയപ്പോൾ നിങ്ങളൊരു നൈസ് സോപ്പ് കണ്ട്, നിങ്ങൾ ആ സോപ്പ് യൂസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ഫീൽ ചെയ്തു. ഓക്കെ, നിങ്ങളൊരു ഫ്രണ്ടിനോട് നിങ്ങൾ എന്തായാലും പറയില്ല സോപ്പ് ഇത് ഒരു അടിപൊളി സോപ്പ് ഉണ്ട്, കിടില സാധനം. അവൻ എന്താ പറയാ, ഓക്കെ ഞാൻ ഒന്ന് ട്രൈ ചെയ്തോക്കട്ടെ എന്ന് പറഞ്ഞ് വാങ്ങൂലേ. അവിടെ ചോദ്യമല്ല നീ ഇത് സെയിൽ എനിക്ക് ഈ സോപ്പ് എനിക്ക് വിറ്റല്ലേ ഒക്കെ ഞാൻ ചോദിച്ചോ, ഇല്ലല്ലോ. കാരണം നിങ്ങളൊരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ പറയുന്നത്. സെയിം നിങ്ങളെ പ്രൊഡക്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഡെമോ കൊടുക്കുമ്പോൾ നമ്മളെ CRMന്റെ ഡാഷ്ബോർഡ് വെച്ചിട്ട് ഡെമോ കൊടുക്കാം പലപ്പോഴും. അപ്പം അവർക്ക് സർ ഞങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച വന്ന ലീഡ്സ് ആണ് ഈ കാണുന്നൊക്കെ, ഈ പറയുന്ന ആളുകളെയൊക്കെ ഞങ്ങൾ ഇത് ഇങ്ങനെ അസൈൻ ആയിട്ടുണ്ട്, ഇവരിങ്ങനെ വിളിച്ചിട്ടുണ്ട്, ഇതാണ് ഇതിന്റെ സാർ ഇപ്പം ഇതിൽ ഏത് ലീഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ചോദിച്ചാലും ഞങ്ങൾ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ലൈവിൽ ഇത് കാണിച്ചു കൊടുക്കുമ്പോൾ കസ്റ്റമറിന് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. അപ്പം ഇത് ഏത് ബിസിനസ്സിനും പറ്റും. ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് ഒക്കെ ആണെങ്കിൽ ഞാൻ റിയൽ എസ്റ്റേറ്റ് പറയാൻ കാരണം വെച്ചാൽ ടഫസ്റ്റ് സാധനമാണ്, ക്രാക്ക് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഒരു 3-4 മാസമൊക്കെ എന്തായാലും കഷ്ടപ്പെടേണ്ട ഒരു മേഖലയാണ് റിയൽ എസ്റ്റേറ്റ്. ഇതിലൊക്കെ നമുക്ക് കസ്റ്റമറിന്റെ ട്രസ്റ്റ് കിട്ടുക അല്ലാണ്ട് ഒരു ഓപ്ഷനും ഇല്ല. കസ്റ്റമറിന് വാല്യൂ ഫീൽ ചെയ്യണം. അയാൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് വാല്യൂ ഫീൽ ചെയ്യണം, വാങ്ങുകയാണെങ്കിൽ അയാൾക്ക് വാല്യൂ ഫീൽ ചെയ്യണം, റെന്റിന് കൊടുക്കാൻ പോകുകയാണെങ്കിൽ അയാൾക്ക് വാല്യൂ ഫീൽ ചെയ്യണം. ഇത് വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും റിട്ടേൺസ് കിട്ടും എന്നുള്ളതും എനിക്ക് ഈ പറയുന്ന പ്രോസസ്സ് ഈസി ആയിരിക്കും എന്നുള്ളതും ഞാൻ അവരെ കൺവിൻസ് ചെയ്യുമ്പോൾ മാത്രമേ അയാൾ വാങ്ങുള്ളൂ. അയാളുടെ അടുത്ത് പൈസ ഉണ്ടോ ഇല്ലോ എന്നുള്ളതൊക്കെ രണ്ടാമതാണ്. പൈസ ഇല്ലെങ്കിൽ പൈസ ഉണ്ടാക്കും അയാൾ. അതെ അതെ ഇപ്പം നമ്മൾ പറയുമല്ലോ, ഇപ്പോൾ നിങ്ങളെ കയ്യിൽ 10 രൂപയുള്ളൂ, പക്ഷേ ഒരു സാധനത്തിൻ്റെ വാല്യൂ അതിൽ കൂടുതലാണെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ എവിടെന്നെങ്കിലും ക്യാഷ് ഒപ്പിച്ചിട്ട് ആ സാധനം പർച്ചേസ് ചെയ്യുക തന്നെ ചെയ്യും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം കാറാണ്. നിങ്ങൾ കാറ് വാങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ ആദ്യം എന്താ വിചാരിക്കാം, എനിക്കൊരു എന്താ പറയുക, ഇപ്പോൾ ഒരു അമേസ് വണ്ടി വാങ്ങണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വണ്ടി, ഇപ്പോൾ ജീപ്പ് വാങ്ങണം എന്ന് വിചാരിക്കാം. നിങ്ങൾ അവിടെ പോകുമ്പോൾ നിങ്ങളെ കാണിക്കുന്ന കാറ് ഫുൾ ഓപ്ഷൻ കാറായിരിക്കും. ഓക്കെ, ഫുൾ ഓപ്ഷൻ കാറ് നിങ്ങളെ കണ്ട് നിങ്ങൾ അതിനകത്ത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് എല്ലാ സാധനങ്ങളും എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം നിങ്ങൾ വണ്ടീൻ്റെ വില ചോദിക്കും, അല്ലെങ്കിൽ ബേസിക് വില നമുക്ക് അറിയണ്ടാവും. അപ്പോൾ അവർ പറയും സാർ ഇതിൻ്റെ ബേസ് മോഡലിൻ്റെ വില 6.25 lakhs, അല്ലെങ്കിൽ 10.5 lakhs, അല്ലെങ്കിൽ 15 lakhs. സാർ ഇതിൻ്റെ അടുത്തൊരു വേരിയൻ്റ് ഉണ്ട്, ആ വേരിയൻ്റ് വരുമ്പോഴാണ് അതിന് ഓട്ടോമാറ്റിക് ഇത് വരിക, ഓട്ടോമാറ്റിക് മറ്റേ വരിക, മറിച്ച് വരിക, അങ്ങനെ 3ാമത്തെ ഫീച്ചർ വരിക. അത് വരുമ്പം സാർ 15 ഉള്ളത് ഒരു 17 ആവും. ഓക്കെ, പിന്നെ സാർ ഇപ്പം ഇരുന്ന വണ്ടി ഇതിൻ്റെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അതാകുമ്പം സൺ റൂഫ് ഉണ്ട്, മറ്റേതുണ്ട്, മറിച്ചതുണ്ട്, അങ്ങനെ ഓട്ടോമാറ്റിക് പാർക്കിംഗ് അസിസ്റ്റ് അത് ഇത് എന്നൊക്കെ പറയും. സാർ ഇത് വരുന്ന സമയത്ത് സാറിനൊരു 19 lakhs വരും. 15 lakhs മനസ്സിൽ വിചാരിച്ച് പോയാൽ അവർ 19 lakhsന്റെ വണ്ടി എടുപ്പിച്ചിട്ട് വിടും. അതെ, നമുക്ക് നമ്മളെ ബഡ്ജറ്റ് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ച ബഡ്ജറ്റിന്റെ 4 ലക്ഷം വരെ അവർ കയറ്റി വാങ്ങിപ്പിക്കാറുണ്ട്. ഫുൾ ഓപ്ഷൻ എടുക്കാണ്ട് ഒരുവിധം ഒരു മാനസികമായിട്ടൊരു കുറച്ചെങ്കിലും ഒരു ഈഗോ ഉള്ള ഒരാൾ, ഒരു ഇത്തിരിയെങ്കിലും ഇങ്ങനെ ഉള്ള ഒരാൾ ഫുൾ ഓപ്ഷനിലേക്ക് പോകും. അല്ലെങ്കിൽ കറക്റ്റ് പ്ലാൻ ചെയ്ത പൈസേൻ്റെ ഒരു ഉറുപ്പ് ഞാൻ അങ്ങോട്ട് മുടക്കൂല എന്നുള്ള ആളയക്കണം. അയാൾ എന്ത് ചെയ്യും, പൈസ അയാൾ പിന്നെ മറ്റേ നുള്ളിപ്പെറുക്കി പൈസയും കൊണ്ടുപോയിട്ട് കാർ വാങ്ങുന്ന ആളായിരിക്കണം. ബേസിക്കലി കുറച്ചൊരു ഫ്ലെക്സിബിലിറ്റി ഒക്കെ ഉള്ള കുറച്ചൊരു തുള്ളി ആളാണെങ്കിൽ അയാൾ ഫുൾ ഓപ്ഷൻ വേണ്ടി എടുത്തേ വരുള്ളൂ. 4 ലക്ഷം റുപ്യ അവർ അതിന് കൂടെ കയറ്റി ഈസി ആയിട്ട് പോസിബിളാണ്. പൈസ അല്ല പ്രശ്നം, വാല്യൂ ആണ് പ്രശ്നം. അവരെ വാല്യൂ അവിടെ കാണിച്ചു തരും. നിങ്ങളെ കാറിലിരിക്കുമ്പോൾ നിങ്ങളെ കംഫർട്ട്, ആ ഇൻഫോർടൈൻമെന്റിൽ നിങ്ങൾ കാണുന്ന കുറേ സാധനങ്ങൾ. സാർ ഇതിനകത്ത് മറ്റേ ബേസ് മോഡലിൽ സാർ ഈ സാധനം ഉണ്ടാവില്ല, പോയി കാറിനുള്ളിൽ കയറുമ്പോൾ ഒന്നുമില്ല അവിടെ. അപ്പോൾ നമുക്ക് എന്താ വല്ലാത്തൊരു കുറ്റബോധം തോന്നുന്നു, ഞാൻ ഈ സാധനം വാങ്ങിയിട്ട് ഞാൻ ആകെ പെട്ടില്ലേ അല്ലേ. ആ ഫീല് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ ഒരു തോന്നിപ്പിക്കലാണ്. സെയിൽസ് ഒരു തോന്നിപ്പിക്കലാണ്. നിങ്ങളുള്ളിൽ ഞാൻ ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു സാധനം ഞാൻ ഇങ്ങനെ ഡ്രീം ചെയ്യിപ്പിക്കണം, അത് മുളപ്പിക്കുകയാണ് ഞാനല്ല സെയിൽസുകാരൻ. ഓക്കെ, അപ്പം ആ സാധനം വരണം, അപ്പം ഇത് വർക്കാവും. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ ഇതിൻ്റെ സിസ്റ്റംസും പ്രോസസ്സും ഒക്കെ ഉണ്ട്. പക്ഷേ എന്നാൽ പോലും എൻഡ് ഓഫ് ദ ഡേ ആ സാധനം ജനറേറ്റ് ചെയ്യലാണ് നമ്മളൊക്കെ ചെയ്യേണ്ടത്. ഈ സിസ്റ്റംസും പ്രോസസ്സും ഒക്കെ ബിൽഡ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു വലിയ മറ്റൊരു ബെനിഫിറ്റ് ഉള്ളത്, നമ്മളൊരു സെയിൽസ്മാനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പ്രശ്നം പല ഏതെങ്കിലും ഒരു നല്ലൊരു സ്റ്റാഫ് ഉണ്ടാവും, അവരൊരിക്കലും അവർ നാളെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതേപോലെ മറ്റൊരാളെ കിട്ടിയെന്ന് വരില്ല. പക്ഷെ വേറൊരാളെ ഈസിലി നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ഈ പ്രോസസ്സും സിസ്റ്റംസും നിർബന്ധം. അതായത് നമ്മളെപ്പോഴും ഓരോ ആൾക്കാർക്ക് ഓരോ യുണീക്ക് സ്കില്ലുണ്ടാവും. ഓക്കെ, അപ്പം ആ യുണീക്ക് സ്കില്ലിൽ ഇപ്പം
ചിലർ ഞാൻ നേരത്തെ പറഞ്ഞു നല്ല ഓപ്പണർ ആയിരിക്കും. ഒരാളെ ഒരു നമ്പർ കിട്ടിയാൽ വിളിച്ച് തുടങ്ങി അങ്ങ് സംസാരിച്ച് പോകാൻ അയാൾ അടിപൊളിയായിരിക്കും. ചിലർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ അടിപൊളിയായിരിക്കും. ചിലർ മുറിച്ച് പൈസ വാങ്ങാൻ അടിപൊളിയായിരിക്കും. ഓരോരുത്തർക്ക് ഓരോ സ്കില്ലുണ്ടാവും. അപ്പോൾ ഈ സ്കില്ലിൻ്റെ ഷാർപ്നെസ്സിനനുസരിച്ചാണ് അവരെ സെയിൽസിൻ്റെ ക്വാളിറ്റി ഉണ്ടാവുക. അപ്പം നമ്മളെടുത്ത് പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് എല്ലാ മേഖലകളിലും ഈ 3 സ്ഥലത്തും ഷാർപ്നെസ് കുറവായിരിക്കും. അപ്പം നമ്മൾ ഈ ഷാർപ്നെസ് ഉള്ള ആളെ കോളും അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളും അവരെ കൊണ്ട് ഇവരെ ട്രെയിൻ ചെയ്യിപ്പിക്കണം. ഇതിന് കുറേ ഓവർ ദ പീരീഡ് നമ്മൾ സംസാരിച്ചിട്ട് ഒരു ഷാർപ്നെസ് വരാനുണ്ട്. നിങ്ങൾ തുടക്കത്തിൽ കമ്പനി തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് വർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മണിക്കൂറുകൾ സംസാരിക്കേണ്ടി വരും. വെബ്സൈറ്റ് അങ്ങനെയാണ്, വെബ്സൈറ്റ് ഇങ്ങനെയാണ്, അത് ഇത്. അയാൾ ഒബ്ജക്ഷൻ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ആകെ ടെൻഷനായി, നിങ്ങൾ വേർത്ത് കുളിച്ച് അങ്ങനെ ആകെ പ്രശ്നമായി, നമ്മൾ എന്തൊക്കെയോ കുറേ പറഞ്ഞ് ഇതിലൊക്കെ ആയിരിക്കും നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ടാവുക. ഇന്ന് നിങ്ങളോടൊരു വെബ്സൈറ്റ് ക്ലോസ് ചെയ്യാൻ പറയുന്ന സമയത്ത് നമ്മൾ ചെയ്ത വെബ്സൈറ്റ്സ് ഇതൊക്കെയാണ്, ഇതാണ് നമ്മുടെ പോർട്ട്ഫോളിയോ, അപ്പം ഇതിനകത്ത് ഈ ഒരു വ്യത്യാസം നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്, ഇതാണ് നമ്മുടെ റിസൾട്ട്, ഓക്കെ ഇതിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ സ്റ്റേറ്റ് ചെയ്യും, നമ്മൾ ഉറപ്പിക്കും ഇത്. എന്നിട്ട് പിന്നെ അയാളാണ് നമ്മളോട്, അല്ലെങ്കിൽ സെയിൽസ് കസ്റ്റമറാണ് നമ്മളോട് നെഗോഷിയേറ്റ് ചെയ്യുക. അത് നിങ്ങൾ ഓവർ ദ പീരീഡ് ഓഫ് ടൈം ഉണ്ടാക്കിയതാണ്. എന്ത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ഉണ്ടാവും. കാരണം നിങ്ങളൊരു കുറേ സമയം കൊണ്ട് ഇതിനൊക്കെ ഉത്തരം പഠിച്ചിട്ടുണ്ടാവും. പിന്നെ ഈ ഒബ്ജക്ഷൻസ് റിപ്പീറ്റഡ് ഒബ്ജക്ഷൻസ് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കസ്റ്റമർ അവർ പിന്നെ ടേബിളിൻ്റെ മുകളിൽ ഏകദേശം അവർ സംസാരിക്കുന്ന 150ഓളം ഒബ്ജക്ഷൻസ് അവർ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഒബ്ജക്ഷൻസിന് തിരിച്ച് പറയേണ്ട ആൻസറും. ഓക്കെ ഇപ്പം നിങ്ങളെ കസ്റ്റമർ ഇങ്ങനെ പറഞ്ഞാൽ ഒരു ഒബ്ജക്ഷൻ പറഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവരത് റെക്കോർഡിക്കലാക്കും. എന്നിട്ട് ആ ഒബ്ജക്ഷൻ്റെ ആൻസർ അവർ ടീം തന്നെ ഐഡന്റിഫൈ ചെയ്തിട്ട് ആ ഒബ്ജക്ഷൻ്റെ ആൻസർ അവിടെ സേവ് ചെയ്ത് വെക്കും. അപ്പോൾ നെക്സ്റ്റ് ടൈം ആ ഒബ്ജക്ഷൻ വരുമ്പം സെയിൽസുകാരൻ ആ ഒബ്ജക്ഷൻ ഹിസ്റ്ററിയിൽ എടുത്തിട്ടിടും. ഫെയിൽ ആവില്ല അവർ. കാരണം നിങ്ങൾ ഒബ്ജക്ഷൻസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒബ്ജക്ഷൻസ് ഉണ്ടാവില്ലെന്നേ. എന്ത് പറഞ്ഞാലും അതിന് മറുത്ത് പറയാൻ സാധനം ഉണ്ടെങ്കിൽ സാധനം റെഡി ആയില്ലേ. അപ്പോൾ അവരെന്ത് ചെയ്യും, അതിൻ്റെ ഒരു ഹിസ്റ്ററി മെയിൻറ്റെയിൻ ചെയ്യും. അത് ഓരോ ബിസിനസ്സിനും ഓരോ പോലെയാണ്. നമുക്ക് അതിൻ്റെ ഒരു ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല, ഒരു ജനറിക് സാധനം ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് നമുക്ക് ത്രൂ എക്സ്പീരിയൻസ് എഫേർട്ട് ഇല്ലാണ്ടാക്കാൻ പറ്റും, ഭയങ്കര ഈസി ആക്കാൻ പറ്റും. അത് എക്സ്പീരിയൻസ് ഉള്ള കുറേ ആൾക്കാരുണ്ട്, അവരുടെ അടുത്ത് നമ്മൾ പഠിക്കാൻ നോക്കുക. ഞാൻ ജൂനിയർ സെയിൽസുകാരോട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ മുന്നിൽ ക്ലോസ് ചെയ്യുന്ന ഒരാളുണ്ടെങ്കിലോ നിങ്ങൾ അയാളെ കൂടെ നടന്ന് പഠിക്കുക. അയാൾ എന്താ പറയുന്നത്, അയാൾ ട്വിസ്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ എവിടെ നിന്ന് അയാൾ തിരിച്ച് പറയുന്നത്, അയാൾ പറയുന്ന സെയിം സാധനമായിരിക്കും, പക്ഷെ അയാൾ പറയുന്നതിനൊരു വ്യത്യാസം ഉണ്ടാവും. ആ വ്യത്യാസം നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം, എന്നിട്ട് കണ്ടുപിടിക്കണം. കസ്റ്റമറെ കണ്ണിന് മുഖം മാറി നമുക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് കസ്റ്റമർ എക്സ്പ്രഷൻ മനസ്സിലാവും. കസ്റ്റമർ ഫോൺ നോക്കുന്നുണ്ടോ, കസ്റ്റമർ അപ്പുറത്തേക്ക് നോക്കുന്നുണ്ടോ, ഇപ്പുറത്തേക്ക് നോക്കുന്നുണ്ടോ, കസ്റ്റമർ ടെൻഷൻ ആകുന്നുണ്ടോ, ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം. ഇവിടെ ഇരുന്നിട്ട് മുമ്പിലിരിക്കുന്ന കസ്റ്റമറിന്റെ ടെൻഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പം നമ്മൾ അതോറിറ്റി ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യിപ്പിച്ചാൽ മാത്രമേ ഉള്ളൂ അപ്പുറത്തെ കസ്റ്റമറിന് ടെൻഷൻ ക്രിയേറ്റ് ആവും. ഇല്ലെങ്കിൽ ഇപ്പുറത്തിരിക്കും നമുക്ക് ടെൻഷൻ ആവും. നിങ്ങൾക്ക് ടെൻഷനായ കസ്റ്റമർ ബാർഗെയിൻ ചെയ്യും. നിങ്ങൾക്ക് അതോറിറ്റി ഉണ്ട്, കസ്റ്റമർ ഇല്ലെങ്കിൽ നിങ്ങൾ ബാർഗെയിൻ, ആ റിവേഴ്സ് നടക്കും. അപ്പോൾ അതോറിറ്റി ഉണ്ടാക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. പുതിയ സെയിൽസിലേക്ക് വരുന്ന കുട്ടികൾ മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ സെയിൽസിൽ നിൽക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ചെയ്യുന്ന പരിപാടികളാണ്. ഓക്കെ നമ്മളിപ്പം ഞാൻ ഇവിടെ പോഡ്കാസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങളാണെങ്കിലും ഓവർ ദ പീരീഡ് നമ്മൾ ഇമ്പ്രൂവ് ആയ സാധനങ്ങളാണ് നമ്മൾ ഇവിടുന്ന് പറയുന്നത്. ഓക്കെ നമ്മൾ ഫ്രഷ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഫെയിലിയേഴ്സ് വരും. അപ്പം ഇതിൽ പറഞ്ഞ പല സാധനങ്ങളും വർക്കാവില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മറ്റേ ഫെലിക്സിന്റെ പോഡ്കാസ്റ്റിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സാദിന്റെ സെൽസ്, അതിൽ നമ്മളിങ്ങനെ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് വളരെ കൂളായിട്ട് വിളിച്ചിട്ട് മുമ്പിലുള്ള ആളങ്ങനെ കൺവിൻസ് ചെയ്ത് കൊണ്ടുവരുന്ന സാധനം നമുക്ക് കാണാം. നിങ്ങൾക്ക് ഒരു 100 കോളൊക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ 50 കോളൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അത് പ്രാക്ടിക്കൽ അല്ല. കോൾ ചെയ്യുന്ന അങ്ങനെ കോൾ ചെയ്യാൻ പറ്റില്ല, പ്രാക്ടിക്കൽ അല്ല അത്. പക്ഷെ നമ്മളൊരു 1 2 അല്ലെങ്കിൽ മാക്സിമം ഒരു 10 15 കോള് വരെയൊക്കെ നമുക്ക് അങ്ങനെ ആ ഒരു എനർജിയിലും ആ ഒരു വൈബിലും ഒക്കെ ചെയ്യാം. പിന്നെ അത് ഭയങ്കര റിപ്പീറ്റേഷൻ ആവും. പിന്നെ നമുക്ക് ആ ഒരു എനർജി ഉണ്ടാവില്ല. വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് കോൾസ് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റൂ. പക്ഷേ നിങ്ങൾക്ക് ആദ്യത്തെ 5 കോൾ ചെയ്യുമ്പോൾ 5 അപ്പോയിൻമെന്റ് കിട്ടുകയാണെങ്കിൽ അത് മതി, അല്ലെങ്കിൽ ആദ്യത്തെ 15 കോൾ കിട്ടുകയാണെങ്കിൽ അത് മതി. പക്ഷെ ആ ഒരു റേഞ്ചിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ ഒരുപാട് വീഡിയോ കണ്ടാൽ മാത്രം പോരാ, അത് പ്രയോഗിച്ച് നോക്കണം. ഇത് നമുക്ക് വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളൊരു സാധനമുണ്ട്. ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. കുട്ടി പറഞ്ഞാൽ അത് കറക്റ്റാ ഈ കാര്യത്തിൽ. അതായത് നിങ്ങളിപ്പം ഒബ്ജക്ഷൻ ഹാൻഡ്ലിങ്ങിന് വേണ്ടി ഒരു ടെക്നിക്ക് യൂസ് ചെയ്തു, നിങ്ങളൊരു വീഡിയോയിൽ കണ്ടൊരു ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് ടെക്നിക്ക് കണ്ടു, നിങ്ങളത് ട്രൈ ചെയ്തു, നിങ്ങൾ ഫെയിലായി. ചിലപ്പോൾ അത് നിങ്ങൾക്ക് വർക്കാവുന്നതായിരിക്കില്ല. പക്ഷെ ചില ആളുകൾക്ക് ആ ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് അതേപോലെ എടുത്ത് പ്രയോഗിച്ചാൽ വർക്കാവും. ഇൻഡസ്ട്രിക്ക് വ്യത്യാസമുണ്ട്, മുമ്പിലിരിക്കുന്ന ആൾക്ക് വ്യത്യാസമുണ്ട്, നിങ്ങൾ വിളിക്കുന്ന സമയം വ്യത്യാസമുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് പ്രാക്ടിക്കലി ഇത് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സാധനം. നമുക്ക്
ഇഷ്ടംമാതിരി ടെക്നിക്സ് യൂട്യൂബ് കിട്ടും. നിങ്ങൾ സെയിൽസ് എന്ന് അടിച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോവുക, സെയിൽസ് എന്ന് അടിക്കുക, സെയിൽസ് സെർച്ച് ചെയ്യുക, ആദ്യത്തെ ഒരു 10-25 ചാനൽ ലൈക്ക് അടിക്കുക, അതിനകത്ത് പോയിട്ട് ഒരു 25-30 എണ്ണം പിന്നെ സേവ് ചെയ്യുക, പിന്നെ കുറേ എണ്ണത്തിന് ലൈക്കും കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് പിന്നെ വരുന്ന മുഴുവൻ സെയിൽസ് സ്ട്രാറ്റജീസും സജഷൻസും ആണ്. ഇൻസ്റ്റാഗ്രാമിൻ്റെ അൽഗോരിതത്തിന് നമ്മളെ സ്വന്തം ഇഷ്ടത്തിൽ എത്തിക്കാൻ അത്രയും പണിയുള്ളൂ. കുറച്ചെണ്ണം സെർച്ച് ചെയ്യുക, കുറച്ചെണ്ണം ഫോളോ ചെയ്യുക, കുറച്ചെണ്ണം ലൈക്ക് അടിക്കുക, കുറച്ചെണ്ണം സേവ് ചെയ്യുക, കുറച്ച് ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതൊരു 3 ദിവസം 4 ദിവസം ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ഡെയിലി സെയിൽസ് മാത്രമേ വരുള്ളൂ. അപ്പോൾ സെയിൽസിൽ കുറേ വിദ്യകൾ കിട്ടും, അടിപൊളി സ്ട്രാറ്റജികൾ. ഇതുപോലെ കോൾഡ് കോൾ ചെയ്യുന്ന കുറേ ആളുകളുണ്ട്, അവരെ കോൾഡ് കോളിംഗ് വിദ്യകൾ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് തോന്നും, ഇനി മുതൽ ഞാൻ നാളെ മുതൽ പൊളിയാണ്, ഇതുപോലെ ഞാനങ്ങ് തകർക്കും. പൊളിയാവും, പക്ഷെ കൺസിസ്റ്റൻസി വേണം. നമ്മൾ പറഞ്ഞ് നോക്കി എന്ത് വർക്കാവില്ല നോക്കി വീണ്ടും പറഞ്ഞ്. ഇപ്പോൾ നിങ്ങൾ സെയിൽസുകാരനാണ്, നമ്മൾ സംസാരിച്ച പോലെ നിങ്ങൾ സെയിൽസിൽ ആണ് തുടങ്ങിയത്. നിങ്ങൾ സെയിൽസ് തുടങ്ങി നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ ഏകദേശം 1000 കസ്റ്റമേഴ്സിൽ എത്തിച്ചു അല്ലേ? നിങ്ങൾ ആദ്യം ചെയ്ത പോലെയാണോ ഇപ്പോൾ നിങ്ങൾ സെല് ചെയ്യുന്നില്ലല്ലോ? ആദ്യത്തെ 100 എണ്ണം വിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുന്നതാണോ? നിങ്ങൾ ആ കിട്ടിയ കോൺഫിഡൻസ് മാറിയില്ലേ? ഈ സെയിം സാധനം സംഭവിക്കും. ഞാൻ പറയാം ഒരു 500 കോൾസ് ജെന്യൂനായിട്ട് മനസ്സിരുത്തി മനസ്സോടുകൂടി നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ 501ാമത്തെ കോള് ഡിഫറെന്റ് കോളായിരിക്കും. പക്ഷെ 500 കോൾ നിങ്ങൾ ചെയ്യണം. അത് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ഈ 1 501 ഇല്ല, 1 2 3 4 പോയിട്ട് 501 എത്തിയാൽ അതിൽ വ്യത്യാസം ഉണ്ടാവും. ആ ഡിഫറൻസ് ഭയങ്കര. ആ കൺവിൻസിങ് പവർ നിങ്ങൾക്ക് ഭയങ്കര അസാധ്യ കൺവിൻസിങ് പവർ ആയിരിക്കും. മുമ്പിലുള്ള പോയാൽ കുഴപ്പമില്ല എന്ന് നിങ്ങൾ വിശ്വസിച്ച് തുടങ്ങിയിട്ട് വിളിച്ചു നോക്കൂ. മുമ്പിലുള്ള കസ്റ്റമർ അയ്യോ ഇയാളേക്ക് കിട്ടിയേ പറ്റൂ എന്ന് നമ്മൾ വിചാരിച്ചിട്ട് വിളിക്കുന്നതും അയാൾ നമുക്ക് കിട്ടൂല പക്ഷെ ഐ വിൽ ട്രൈ എന്ന് നമ്മൾ വിചാരിച്ച് വിളിക്കുന്നതും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ആ ട്രൈ അങ്ങ് സക്സസ് ആവും. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ ഗുരുക്കന്മാരൊക്കെ നിങ്ങൾ ഫോളോ ചെയ്തോളൂ. ഗുരുക്കന്മാർ പറയുന്നതൊക്കെ നമ്മൾ കേൾക്കുക. അതിൽ എന്താണ് നിങ്ങൾക്ക് വർക്കാവുക എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബോധവും ബോധ്യവും നിങ്ങൾക്ക് ഉണ്ടാവുക. എന്നിട്ട് നിങ്ങൾ അത് ട്രൈ ചെയ്യുക, എക്സ്പെരിമെന്റ് ചെയ്യുക, നിങ്ങൾക്ക് വർക്കാവുന്ന സാധനങ്ങൾ എടുത്തിട്ട് പയറ്റി തെളിയുക. അപ്പോൾ നമ്മൾ ഇൻബൗണ്ടിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, ഇപ്പോൾ ഔട്ട് ബൗണ്ടിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഔട്ട് ബൗണ്ടിൽ ഈ കോൾ കോൾസിൻ്റെ കാര്യമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അതല്ലാതെ മറ്റെന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുക? അപ്പോൾ നമുക്ക് വാട്സപ്പിൽ റീച്ച് ഔട്ട് ചെയ്യാം, ഇമെയിൽ മാർക്കറ്റിംഗ് ചെയ്യാം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ എന്തൊക്കെ മെത്തേഡ്സാണ് ഞങ്ങൾ പിന്നെ ഇപ്പം സിബിൻ കഴിഞ്ഞ ദിവസം നമ്മൾ പോഡ്കാസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. സിബിനും നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. വാട്സപ്പ് ഓട്ടോമേഷനും വാട്സപ്പ് ചാറ്റ് ബോട്ടൊക്കെ ചെയ്യുന്നു. അപ്പം നമ്മളിപ്പോൾ ഒരു രാത്രിയൊക്കെയാണ് ഒരു കസ്റ്റമർ വീട്ടിൽ നിന്ന് പിന്നെ ഈ ഒരു എൻക്വയറി ഇടുന്നത് വെച്ചാൽ ചാറ്റ് ബോട്ട് കുറേ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി തരും നമുക്ക്. ഇപ്പോൾ ഒരു സെയിൽസുകാരന് വേണ്ടത് ഇൻഫർമേഷനാണ്. അയാൾ വിളിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് വി നീഡ് ടു ഗെറ്റ് മാക്സിമം ഇൻഫർമേഷൻ അബൌട്ട് ദ കസ്റ്റമർ അല്ലേ? ഇപ്പോൾ കസ്റ്റമറെ പറ്റി എത്രത്തോളം ഇൻഫർമേഷൻ നമ്മുടെ കയ്യിലുണ്ടോ അത്രത്തോളം അടിപൊളിയായിട്ട് നമുക്ക് സംസാരിക്കാനും അടിപൊളിയായിട്ട് നമുക്ക് കൺവിൻസ് ചെയ്യാനും പറ്റും. അപ്പോൾ ആ ഇൻഫർമേഷൻ ന്യൂട്രലായിട്ട് വാങ്ങിച്ചെടുക്കാൻ നമുക്ക് ചാറ്റ് ബോട്ട് പോലത്തെ ടൂൾസ് എടുക്കാൻ പറ്റും. ഇമെയിലും അതേപോലെ തന്നെ. നമ്മളൊരു കസ്റ്റമർ നമ്മളെ മറന്നു പോകാണ്ടിരിക്കണമെങ്കിൽ നമ്മൾ ആ കസ്റ്റമർ നമ്മളിവിടെയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ എന്ന് നമ്മൾ പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇമെയിൽ. ഇവിടെ നമ്മളെ നാട്ടിൽ ഇപ്പോൾ UAE ആണെങ്കിലും നമ്മളെ നാട്ടിലാണെങ്കിലും മലയാളികൾ ഫോൺ കോളിലാണ് ഏറ്റവും കൂടുതൽ കൺവേർട്ട് ആവുക. ഓക്കെ, ഇമെയിൽ കൂടെ ഡിസിഷൻ ഒന്നും എടുക്കൂല ആളുകൾ, വളരെ വളരെ കുറവാണ്. അല്ലെങ്കിൽ അവർ എന്റർപ്രൈസ് ആയിരിക്കണം. എന്റർപ്രൈസ് കമ്പനികളാണെങ്കിൽ അവർ ഇമെയിൽ ത്രൂ ഡിസിഷൻ എടുക്കുള്ളൂ. എന്നാലും അവർക്ക് 1-on-1 മീറ്റിംഗ് വേണ്ടി വരും, അല്ലെങ്കിൽ ഒരു കോൾ അതിനകത്ത് ഇൻവോൾവ് ആവും. കോൾ ഇൻവോൾവ് ആവാണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സെല്ല് ചെയ്യുന്നത് ചെറിയ ടിക്കറ്റ് സൈസുള്ള പ്രൊഡക്ട്സ് മാത്രമാണ്. നിങ്ങൾക്ക് നിങ്ങളെ കീശയിൽ നിന്ന് എടുത്തിട്ട് ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വെക്കാൻ പറ്റുന്ന ഒരു പൈസ ഉള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ ഓക്കെ, യു ക്യാൻ ഓട്ടോമേറ്റ് ദ സെയിൽസ്. അതിന്റെ മുകളിലോട്ട് ഞാൻ ഈ കീശയിൽ നിന്ന് പൈസ എടുത്ത് പുറത്തേക്ക് വെക്കുമ്പോൾ ഞാൻ ഒന്നും കൂടി ആലോചിക്കെങ്കിൽ യു നീഡ് എ കോൾ ഇൻ ബിറ്റ്വീൻ ദാറ്റ് സെയിൽ. അല്ലെങ്കിൽ അവർ റെഫറൽ ആവണം. റെഫറൽ ആണെങ്കിൽ നടക്കും. അവൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ വാങ്ങി ഡൺ. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യൂല, അത് നടക്കില്ല. ഒരു പുതിയ പ്രോഡക്റ്റ് ആണ്, പുതിയ ആളാണ്, പുതിയ സാധനമാണെങ്കിൽ യു വോണ്ട് റിസ്ക് ദാറ്റ് മണി. നമുക്കൊരു 10 രൂപ ഉണ്ടാക്കാൻ ഉള്ളതിനേക്കാളും പേടിയാണ് 10 രൂപ പോക്കാൻ. മാത്രമല്ല, അപ്പോൾ ഞാൻ ഒരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ കോൾഡ് കോളേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ കമൻറ്റ് ബോക്സിൽ നിറച്ച് കോൾഡ് കോളേഴ്സാണ്. ചെയ്ത് ശീലമുള്ളവരും തുടങ്ങിയവരും എല്ലാവരും അവരെ സ്ട്രഗിള്, അവരെ വേദന മനസ്സിലാക്കിയ ഒരാളായിട്ടാണ് അഖിലിനെ കാണുന്നത്. അത് എന്താണ് അങ്ങനെ പറയാൻ കാരണം? സത്യം പറഞ്ഞാൽ അതങ്ങനെ കയറിപ്പോകുന്നു നമ്മളാരും വിചാരിച്ചിട്ടില്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് ഞാനത് പറഞ്ഞത്, അതായത് ഞാൻ അങ്ങനെ വിളിച്ചു നോക്കിയ ഒരാളായതുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്തതാണ്. പക്ഷെ അതിനകത്ത് കുറേ ആളുകൾ പറഞ്ഞു ഞാൻ ഇത് മടുത്തു പോയി, ഞാൻ ഇനി ജന്മത്തിൽ ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ കമൻറ്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ബേസിക്കലി എനിക്ക് അതിനകത്ത് പറയാനുള്ളത്, ഞാൻ ആക്ച്വലി ഇപ്പോഴും ഞാൻ കോൾഡ് കോൾ ചെയ്യുന്ന ആളാണ്. ഞാൻ ഇനിയും കോൾഡ് കോൾ ചെയ്യും. കാരണം കോൾഡ് കോൾ എന്ന് പറഞ്ഞാൽ അത് നമ്മളെ ഷാർപ്പൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ടൂളാണ്.
കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു സ്ട്രേഞ്ചർ അയാൾക്ക് നമ്മളെക്കുറിച്ചോ നമ്മളെ ബ്രാൻഡിനെ കുറിച്ചോ ഒരു ഐഡിയ ഇല്ല, ഒരു ചിന്തയില്ല. ഞാൻ അയാളെ മനസ്സിൽ ഒരു ചിന്ത ഇട്ട് അയാളെ ഞാൻ കൺവേർട്ട് ചെയ്ത് ഞാൻ ബിസിനസ് ആക്കി മാറ്റുമ്പോൾ ഞാൻ എത്രമാത്രം ഷാർപ്പായിരിക്കണം അല്ലേ? ഒരു സെയിൽസുകാർ എന്നുള്ള ലെവലിൽ ഞാൻ സൂപ്പർ അടിപൊളിയാണെങ്കിൽ മാത്രമല്ല എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈഫ് കൊടുത്ത് നിങ്ങൾക്ക് കോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ കൺവേർട്ട്. ഇപ്പം ഇതിനകത്ത് കമൻറ്റ് ചെയ്ത ആളുകൾക്ക് എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും അവർക്ക് വൻ പ്രഷറിലായിരിക്കും അവർ വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ പ്രഷറിൽ വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ലൈഫ് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ കോൾഡ് കോളർ എന്നുള്ള ലെവലിൽ നമ്മൾ നമ്പർ ഓഫ് കോൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മിനിറ്റ്സ് അച്ചീവ് ചെയ്യുന്നു എന്നുള്ളതിനേക്കാളും റിസൾട്ട് ഞാൻ എന്തുണ്ടാക്കി എന്ന് മെഷർ ചെയ്ത് തുടങ്ങുമ്പോൾ യു വിൽ സ്റ്റാർട്ട് എൻജോയിങ് ദിസ്. നിങ്ങൾ ഇത്ര കസ്റ്റമറെ കൺവേർട്ട് ചെയ്ത് ബിസിനസ് ആക്കി എന്ന് പറയുമ്പോൾ യു വിൽ ഹാവ് എ വോയിസ് ദർ. നമുക്ക് വോയിസ് ഇല്ലാണ്ടായി പോകുന്നത് എന്താണെന്നറിയോ? നമ്മൾ ആകെ പ്രതിരോധത്തിലായി പോകുന്നത് എന്തുകൊണ്ടറിയോ? നമ്മൾ ഈ നമ്പേഴ്സ് നോക്കിയിട്ട് വിളിക്കുന്നുണ്ടാ. എനിക്കിന്ന് 100 കോള് തികയ്ക്കണമല്ലോ, അല്ലെങ്കിൽ എനിക്ക് 150 കോള് തികയ്ക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യാം. ഇതിലൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് കുട്ടികളോട് എപ്പോഴും പറയുന്നത്, സെയിൽസിൻ്റെ കുട്ടികളോട് എപ്പോഴും പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളെ ബിസിനസ് ഓണർ തരുന്നത് ഇത്ര രൂപയുടെ ബിസിനസ് കൊണ്ടുവരണമെന്നായിരിക്കും. ടാർഗറ്റ് ആയിരിക്കും തരാം. അവരാദ്യം ടാർഗറ്റ് മാത്രമേ നോക്കൂ, നിങ്ങളത് അച്ചീവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നോക്കുക. കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, അവർക്ക് മനസ്സിലാവും നിങ്ങൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നില്ല എന്ന്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ദിവസം എത്ര കോൾ ചെയ്തു നോക്കും, അല്ലെങ്കിൽ എത്ര ലീഡിനെ ടച്ച് ചെയ്തു നോക്കും. പിന്നെ അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതും നടക്കുന്നില്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര കോൾ ചെയ്യുന്നുണ്ട് നോക്കും. അതും ടച്ച് ചെയ്യുന്നില്ലെങ്കിൽ, അതും നിങ്ങൾ അച്ചീവ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ അവരെന്ത് ചെയ്യുന്നറിയോ, നിങ്ങൾ എത്ര മിനിറ്റ് സംസാരിക്കുന്നുണ്ട് നോക്കും. എന്നിട്ട് നോക്കുന്നില്ലെങ്കിൽ നിങ്ങളെ കോൾ നിങ്ങളെ കൂടെ കയറും. നിങ്ങൾ ഏത് സ്റ്റാൻഡിലാണ് നിൽക്കുന്നത് നിങ്ങൾ നോക്കണം. നിങ്ങളെ കൂടെ കോള് കേൾക്കാൻ അപ്പുറത്ത് മാനേജർ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ കോളിങ്ങിൽ എന്തോ പ്രശ്നമുണ്ട്. ഫസ്റ്റ് ഫേസിൽ നിങ്ങൾ അച്ചീവ് ചെയ്തിരുന്നെങ്കിൽ ഫസ്റ്റ് ഫേസ് മാത്രമേ അവർ നോക്കുള്ളൂ. അവിടെ നിങ്ങൾ ഫെയിൽ ആകുമ്പോഴാണ് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് ഇറങ്ങുന്നത്. പിന്നെയും താഴോട്ട് ഇറങ്ങുമ്പോഴാണ് മൈക്രോ മാനേജ് ചെയ്ത് വരുന്നത്. നിങ്ങളെ പിന്നെ നിങ്ങൾക്ക് പ്രഷറാവും, പിന്നെ നിങ്ങൾ പുറത്താവും. അപ്പം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിപ്പോൾ എവിടെയാ നിൽക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ വരുന്നത് മുതൽ നിങ്ങളെ ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ ദർ ഈസ് സം പ്രോബ്ലം. ആ ട്രാക്കിങ്ങിന്റെ പരിധി നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ യു ഹാവ് ടു ഇംപ്രൂവ്. മൈക്രോ മാനേജിങ്ങിന്റെ ഒരു കാരണം നമ്മൾ തന്നെയാണെന്നുള്ളതാണ് 100%. നിങ്ങൾ ഒരു അടിപൊളിയായിട്ട് പോകുന്ന ഒരു ഓഫീസ്, ആ ഓഫീസിനകത്ത് ലേറ്റ് ആയിട്ട് വരുന്ന ഒരുത്തൻ കാരണമാണ് അവിടെ പഞ്ചിങ് വരിക, അല്ലേ? അങ്ങനെയല്ലേ വെക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പഞ്ചിങ് വെക്കേണ്ട ആവശ്യം എന്താ? എല്ലാവരും കറക്റ്റ് സമയത്ത് ഓഫീസിൽ പഞ്ചിങ്ങിന്റെ ആവശ്യം ഉണ്ടോ? ഈ ഒരു കള്ളം വീട്ടിൽ കയറുന്നതിന് പേടിച്ചിട്ടല്ലേ നമ്മൾ CCTV വെക്കുന്നത്? അത് തന്നെയാണ് സംഭവിക്കുന്നത്. നിങ്ങൾ മൈക്രോ മാനേജ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളോ നിങ്ങളെ കൂട്ടത്തിലുള്ള ആരോ അതിന് കാരണമായിട്ടുണ്ടാവും. അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പം നമ്മൾ ഏത് ലെവലിൽ എത്രത്തോളം ഫ്രീഡം നമുക്ക് ബാക്കിയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന പ്രിവിലേജസിനനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാം. നിങ്ങൾക്ക് മെഷർ ചെയ്യുക. അതാണ് അതിൻ്റെ മീറ്റർ. ഓക്കെ. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തു. സെയിൽസിൻ്റെ സ്റ്റാർട്ടിങ് ലീഡ് ജനറേഷൻ മുതൽ എങ്ങനെ കൺവേർട്ട് ചെയ്യണം, ക്ലോസ് ചെയ്യണം എന്നുള്ള. അപ്പോൾ ഈ സെയിൽസിലേക്ക് പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് കൊടുക്കാനുള്ള അഡ്വൈസ് എന്തായിരിക്കും? ഞാൻ എപ്പോഴും പറയാം, നിങ്ങൾ എല്ലാവരും സെയിൽസുകാരാവാം. എല്ലാവരും സെയിൽസുകാരാവണം. നിങ്ങൾക്ക് സെയിൽസ് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾ എവറി പോയിന്റ് ഓഫ് ലൈഫ് യു ആർ ഡൂയിങ് സെയിൽസ്. സോ ദിസ് ഈസ് ജോലിയിൽ മാത്രമല്ല, നമ്മളെല്ലാം വി ആർ കൺവിൻസിങ് എവരിബഡി, അല്ലേ? നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ കൺവിൻസ് ചെയ്യാണ് നമ്മൾ പറഞ്ഞ കാര്യം ശരിയാണെന്ന്. നമ്മളൊരു ടൂറിന് പോകണമെങ്കിൽ നമ്മൾ കൺവിൻസ് ചെയ്യാണ്. നമ്മൾ ഒരു സാധനം വാങ്ങണേ നമ്മൾ കൺവിൻസ് ചെയ്യാണ്. ആദ്യം നമ്മളെ തന്നെ കൺവിൻസ് ചെയ്യാണ്. എവരിവെയർ കൺവിൻസിങ് ആണ് ബേസിക്കലി സെയിൽസ് എന്ന് പറഞ്ഞാൽ. അപ്പം പുതിയ സെയിൽസിലേക്ക് വരുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ സ്റ്റാർട്ട് എൻജോയിങ് ദിസ്. ഇതിൻ്റെ അത്ര സുഖമുള്ളൊരു കാര്യമല്ല. നിങ്ങളെ മുന്നിലുള്ള ആളെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ശക്തിയാണ് സെയിൽസ്, അല്ലേ? നിങ്ങളെ മുമ്പിലുള്ള ആളെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം വിശ്വസിപ്പിക്കുക. ആ വിശ്വസിച്ച് അയാൾ അതിൽ കൺവിൻസ് ആയിട്ട് അയാൾ സാധനം വാങ്ങുക, അയാൾ അതിനകത്ത് ഹാപ്പിനെസ് കണ്ടെത്തുക. ഈ പറയുന്ന സാധനത്തിൽ നിങ്ങൾക്ക് കിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ യു ആർ എ ഗുഡ് സെയിൽസ്മാൻ. അപ്പം പുതിയ വരുന്ന സെയിൽസുകാർക്ക് ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ഇതെല്ലാ അടിപൊളി സെയിൽസുകാരും ഇത് പറഞ്ഞിട്ടും കേട്ടിട്ടും റിജക്ഷൻ സഹിച്ചിട്ടും വെറുപ്പ് സഹിച്ചിട്ടും ഒക്കെയാണ് ഈ പറയുന്ന സെയിൽസുകാരനായി മാറിയത്. പക്ഷെ നിങ്ങൾ അത് സഹിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നല്ല സെയിൽസുകാരനാകാൻ പറ്റില്ല. അപ്പം എന്തായാലും പുതിയ ആളുകൾ ശരിക്കും സെയിൽസിലേക്ക് വരണം. ഇപ്പൊ എല്ലാ ആൾക്കാർക്കും സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്തോ ഭയങ്കര മോശം ജോലിയാണ്. സെയിൽസിൽ കയറി കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് ഞാനൊരു സെയിൽസുകാരനാന്ന് പറയാൻ എനിക്ക് എന്തോ ഒരു മടിയാണെന്നൊക്കെ പറയുന്നേക്കാം. ഇപ്പോൾ സെയിൽസ് ജോബിന് നമ്മൾ റെസ്യൂം ഇടുന്ന സമയത്ത് ആൾക്കാർ വരില്ല, അവസാനമാണ് സെയിൽസിന് വരിക. ഒന്നും കിട്ടിയിട്ടില്ല, എനിക്ക് വേറെ ജോലിയൊന്നും കിട്ടിയില്ല സാർ, എന്നാൽ കുഴപ്പമില്ല ഞാൻ സെയിൽസ് അങ്ങനെ വരണ്ടല്ല. ഫസ്റ്റ് പ്ലേസിൽ നിങ്ങൾ പോകേണ്ട സെയിൽസാ.
ഞാൻ പറയാ നിങ്ങൾക്ക് നിങ്ങളെ സാലറി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ജോബ് പോസ്റ്റ് ഉണ്ടെങ്കിൽ അത് സെയിൽസാ. ലോകത്തിലെ ഏക പ്രൊഫഷൻ സെയിൽസാ. നിങ്ങൾ 10,000 ദിറംസ് ശമ്പളം വാങ്ങുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് 30,000 ദിറംസ് വരെ വാങ്ങാൻ പറ്റും, അല്ലെ 50,000 ദിറംസ് വരെ വാങ്ങാൻ പറ്റും. അത് നിങ്ങൾ ഇഫ് യു ആർ കോൺഫിഡൻറ്റ് ഇനഫ് നെഗോഷിയേറ്റ് വിത്ത് യുവർ ബിസിനസ് ഓണർ. സാർ ഞാൻ കൊണ്ടുവരുന്നത് എനിക്ക് ഇത്ര പെർസെൻറ്റേജ് തന്നാൽ മതി, ബേസിക് സാലറി പ്ലസ് എൻ്റെ ടാർഗറ്റ് ഞാൻ അച്ചീവ് ചെയ്ത് അതിൻ്റെ മുകളിൽ കൊണ്ടുവരുന്നതിന് സാർ എനിക്ക് കമ്മീഷൻ തരുമോ, ഞാൻ വർക്ക് ചെയ്യാം. ഏത് ഓണറാ പറയാ വേണ്ടെന്ന്? ആ കോൺഫിഡൻസ് നമ്മൾ ബിൽഡ് ചെയ്യണം. ഞാൻ എപ്പോഴും കമ്മീഷനിൽ വർക്ക് ചെയ്യുന്ന ആളാ, എനിക്ക് അതാ ഇഷ്ടം. നമുക്ക് വിചാരിച്ചാലും കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നേ, കിട്ടില്ല പരിപാടിയാ. അപ്പം സെയിൽസിലേക്ക് വരുന്ന ആൾക്കാർ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ റിസൾട്ട് നിങ്ങളെ ഷാർപ്പൻ ചെയ്യാൻ നോക്കുക. നിങ്ങളെ വായിന്ന് വരുന്ന ഓരോ വാക്കും കുറുക്കി കൊള്ളുന്ന വാക്കുകളാക്കുക. നിങ്ങൾ പറയുന്ന സാധനങ്ങൾ പോയിന്റ് ആവുക, മുമ്പിലുള്ള ആൾക്കാർക്ക് വാല്യൂ കൊടുക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് യു വിൽ എക്സൽ ഇൻ സെയിൽസ്. പുതിയ ആളുകൾ വരട്ടെ, സെയിൽസിൽ നല്ല കളർഫുൾ ആയിട്ടുള്ള ആൾക്കാർ വരട്ടെ, നമുക്ക് ഇങ്ങനെ അടിപൊളിയല്ലേ. അപ്പോൾ നമ്മൾ സെയിൽസ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല ചോദ്യം, നമ്മളതിനകത്ത് നല്ലതാണോ മോശമാണോ എന്നുള്ളത് മാത്രമാണ്. എല്ലാവരും സെയിൽസ് ചെയ്യുന്നുണ്ട്, സോ നമ്മളതിൽ അടിപൊളിയാണ് അതിനകത്ത് നിങ്ങളത് എത്ര എൻജോയ് ചെയ്യുന്നത് ആ സ്കെയിലാണ്. അതെ അതെ, അത് ഭയങ്കര ഡിഫറൻസ് ആണ്. അത് നമ്മളൊക്കെ ഇപ്പൊ നിങ്ങൾ സെയിൽസ് എൻജോയ് ചെയ്യുന്ന ആളല്ലേ, ഞാൻ സെയിൽസ് എൻജോയ് ചെയ്യുന്ന ആൾക്കാർ. നമ്മൾ സംസാരിക്കുന്ന ആളുകൾ ബിസിനസ് ഓണേഴ്സ് ഒക്കെ സെയിൽസ് എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോഴേ അത് രസമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതെന്തോ ഒരു പ്രഷറാണ്, അയ്യോ ഞാൻ അയാളെ വായിലുള്ള തെറി മുഴുവൻ കേൾക്കണം, അങ്ങനെയൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. നമ്മൾ പറയുന്ന കൺവിൻസ് ആവാത്തതുകൊണ്ടാണ് അവർ ചിലപ്പോൾ നമ്മളടുത്ത് ദേഷ്യം പിടിച്ച് സംസാരിക്കുന്നത്. ഇഫ് യു ക്യാൻ കൺവിൻസ് ദം ഓക്കെ ഇറ്റ്സ് വെരി ഗുഡ്. ഇനി പറ്റൂല, നമുക്ക് ഗുഡ് ബൈ പറഞ്ഞ് പൊയ്ക്കൂടെ. ഇതെന്തിനത്, ഇത് യുദ്ധമൊന്നും അല്ലല്ലോ. നമ്മളൊരു കാര്യം പറയുന്നു, അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ഓക്കെ സാർ നോ പ്രോബ്ലം, സാറിന് ഇനി ഇത് എപ്പോഴെങ്കിലും വേണമെങ്കിൽ സാർ എന്നെ വിളിച്ചാൽ മതി, എൻ്റെ പേരാക്കിൽ ഇതാണ് എൻ്റെ ഫോൺ നമ്പർ അല്ലേ. എന്തൊരു സുഖമുണ്ട്. ഇത് അയാൾ വാങ്ങിയേ പറ്റൂ, അയാളെ ഞാൻ എന്തായാലും പിടിപ്പിക്കും വിചാരിച്ച് പോകുന്നതുകൊണ്ടാണ് ഈ പണി നടക്കാത്തത്. റൈറ്റ്. അപ്പോൾ എനിവേസ് അഖിൽ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. നമുക്ക് ടൈമിൻ്റെ ഒരു കൺസ്ട്രെയിൻ ഉണ്ട്, അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വരും ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും നമുക്ക് ഒന്നിച്ച് ഇതുപോലെ. സോ താങ്ക് യു ഫോർ കമ്മിങ് ഓൺ ദ ഷോ. താങ്ക് യു സോ മച്ച്. ഞാനും ആക്ച്വലി പെട്ടെന്നാണ് ഈ ഒരു പോഡ്കാസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ വന്നത്. എനിവേ നൈസ് ടോക്കിംഗ് ടു യു, വെരി ഗുഡ്. എൻജോയ് ചെയ്തു വിചാരിക്കുന്നു. തീർച്ചയായും അടിപൊളി. ഇത് നമുക്ക് എത്ര വേണമെങ്കിലും സംസാരിക്കാൻ പറ്റുന്ന വിഷയമല്ലേ, നമ്മളെ സ്വന്തം സാധനമല്ലേ സെയിൽസ്.